ഫസ്റ്റ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള പോർഷൻസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കലിൻ്റെ ബേസിക് പോർഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് വരുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് വരും. പിന്നെ അതുപോലെ ചാർജ്, കറണ്ട്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, എനർജി, പവർ, പിന്നെ ഓംസ് ലോ, റെസിസ്റ്റൻസ്, കണ്ടക്റ്റൻസ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യുന്ന പോർഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അപ്പോൾ ഓരോന്നിലേക്ക് കടക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പറയുന്നു ചാർജ്ഡ് ബോഡി എന്ന് പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ കറണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ എന്താണ് കറണ്ട് അല്ലെങ്കിൽ എന്താണ് ചാർജ്? ഓക്കെ, ഇതിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പോകേണ്ടത് എന്താണ്? എന്തൊരു സാധനവും നമ്മുടെ ലോകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസ് കൊണ്ടാണ്. ഓക്കെ, സോ ആറ്റംസ് ബേസ്ഡ് ആണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. അപ്പോൾ ഓരോ ആറ്റംസിനകത്തും സബ് അറ്റോമിക് ആയിട്ടുള്ള കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആറ്റത്തിനകത്തുള്ള പാർട്ടിക്കിൾസ് നമ്മൾ പറയുന്നത് ഏതൊക്കെയാണ്? നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടൊക്കെ ഉള്ളതാണ്. ഏതാ? ഒരു അകത്ത് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു പോർഷനുമുണ്ട്, അതിന് മേളിലായിട്ട് അല്ലെങ്കിൽ അതിനെ സറൗണ്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഓർബിറ്റ്സും ഉണ്ട്. ആ ഓർബിറ്റ്സിൽ ചില പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ, സോ ന്യൂക്ലിയസിനകത്ത് നമ്മൾ പറയുന്ന പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ന്യൂക്ലിയസിനകത്ത് വരുന്ന പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പ്രോട്ടോൺസും ന്യൂട്രോൺസും വരും. ഇനി ന്യൂക്ലിയസിൻ്റെ പുറത്ത് ഓർബിറ്റിൽ സർക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ റിവോൾവ് ചെയ്യുന്ന പാർട്ടിക്കിൾസിനെ പറയുന്ന പേരാണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് വരുന്ന ഇതൊക്കെയാണ്: ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്. ഓക്കെ, സോ എന്താണ് ന്യൂട്രോൺ, എന്താണ് പ്രോട്ടോൺ, എന്താണ് ഇലക്ട്രോൺ? സോ ഇതിൻ്റെ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഏതൊരു ആറ്റം ആണെങ്കിലും ശരി, ഏതൊരു പാർട്ടിക്കിൾ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഏതൊരു മെറ്റീരിയൽ ആണെങ്കിലും ശരി, ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകളുടെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിൻ്റെ ബിഹേവിയർ, അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഇതുപോലുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയേണ്ടത് ഏതാണ്? ഇലക്ട്രോൺസ്. ഓക്കെ, ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റ്സിൽ റൊട്ടേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിവോൾവ് ചെയ്യുന്ന പാർട്ടിക്കിൾസിനെയാണ് ഇലക്ട്രോൺസ് എന്ന് നമ്മൾ പറയുക. ഓക്കെ, ഈ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെന്ന് നമ്മൾ പറയും. ഓക്കെ, നമ്മൾ ചാർജിലേക്ക് വരുന്നതിന് മുന്നേയായിട്ട് ഞാൻ ആ പേര് പറയുകയാണ്, നെഗറ്റീവ്ലി ചാർജ്ഡ്. ഓക്കെ, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിളാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അതുപോലെ ഇത് വളരെ നമ്മളൊരു ആറ്റം എടുക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും എത്രയോ ചെറിയൊരു പാർട്ടിക്കിളാണ് ഈ ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെയും അകത്തുള്ള ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ വളരെ വളരെ വെയിറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ മാസ് കുറഞ്ഞ ഒരു പാർട്ടിക്കിളാണ്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളാണ്. ഇനി ഇതുപോലെ അടുത്ത് പറയുന്ന ഏതാണ്? ന്യൂക്ലിയസിനകത്തുള്ളത് പ്രോട്ടോൺസും ന്യൂട്രോൺസും എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടോൺ എന്ന് പറയുമ്പോഴത്തേക്കും പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, അതും സബ് അറ്റോമിക് ആയിട്ടുള്ളൊരു പാർട്ടിക്കിളാണ്. അത് വളരെ മാസ് കുറഞ്ഞൊരു പാർട്ടിക്കിൾ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും അത് ഇലക്ട്രോണിനെ കാട്ടിയും കുറച്ചും കൂടെ മാസ് ഉള്ള ഒരു പാർട്ടിക്കിളാണ് ഈ പ്രോട്ടോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് ന്യൂട്രോൺ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല, പേരിൽ തന്നെ ഒരു ന്യൂട്രൽ എന്ന് പറയുന്നത്. നമുക്ക് ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ ആ വാക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഓക്കെ, ഈ പോസിറ്റീവ്, ഓക്കെ, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ, അതാണ് നമ്മൾ ഈ പ്രോട്ടോൺ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ ന്യൂട്രോണിൻ്റെ കാര്യം പറയുമ്പോൾ അതിൽ തന്നെ ഒരു ന്യൂട്രൽ എന്നുള്ളൊരു ചെറിയൊരു വേർഡ് കയറി വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ വാക്കുകളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ന്യൂട്രോൺ എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിട്ടുള്ളൊരു പാർട്ടിക്കിളാണ്. അപ്പോൾ അതിന് ഈ പറയുന്നത് പോലെ തന്നെ വളരെ മാസ് കുറവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഓക്കെ, സോ ഈ 3 പാർട്ടിക്കിൾസ് കാരണമാണ് നമ്മുടെ ഓരോ മെറ്റീരിയലിൻ്റെയും പ്രോപ്പർട്ടീസ് വേരി ചെയ്യുന്നത്. ഇനി ഏതൊരു ന്യൂട്രലായിട്ടുള്ള ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ആക്റ്റീവ് അല്ലാതിരിക്കുന്ന ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ, അതിൻ്റെ ആറ്റം എന്ന് പറയുന്നത് എപ്പോഴും ന്യൂട്രൽ ആയിരിക്കും. അതായത് ന്യൂട്രൽ ആകണമെങ്കിൽ എന്തായിരിക്കണം അതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്? നമ്മുടെ പ്രോട്ടോൺസിൻ്റെ, ഈ ഒരു ആറ്റത്തിനകത്തുള്ള പ്രോട്ടോൺസിൻ്റെയും ഇലക്ട്രോൺസിൻ്റെയും എണ്ണം എന്ന് പറയുന്നത് ഈക്വൽ ആകുമ്പോൾ മാത്രമേ ഇത് ഒരു ന്യൂട്രലായിട്ടുള്ള ഒരു ആറ്റമായിട്ട് ആക്ട് ചെയ്യുള്ളൂ. സോ ഇപ്പോൾ ബേസിക്കലി നമ്മുടെ പ്രത്യേകിച്ച് വലിയ ആക്റ്റീവ് അല്ലാത്ത അല്ലെങ്കിൽ ഈ ചാർജ്ഡ് അല്ലാത്ത ഏതൊരു ബോഡി ആണെങ്കിലും ശരി, അത് ന്യൂട്രൽ ആയിരിക്കും. സോ അവരുടെ പ്രോട്ടോൺസിൻ്റെയും ഇലക്ട്രോൺസിൻ്റെയും എണ്ണം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിൻ്റെയും കറക്റ്റ് പാർട്ടിക്കിൾസിൻ്റെ, അതായത് നമ്മുടെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ കറക്റ്റ് വാല്യൂയിലോട്ടൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം. ഓക്കെ, ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ? ഇറ്റ്സ് എ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ഓഫ് ആൻ ആറ്റം ഹാവിങ് നെഗ്ലിജിബിൾ മാസ് എന്നാണ് നമ്മൾ ഇലക്ട്രോണിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി അതിൻ്റെ ചാർജ് പറയുന്നത് 1.602 × 10⁻⁻19 കൂളോമാണ് അതിൻ്റെ ചാർജ് പറയുക. ഓക്കെ, സോ നമ്മൾ ചാർജ് പറയുമ്പോഴത്തേക്കും നമ്മളിത് ഒന്നുകൂടെ പറയും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, നമ്മുടെ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുമ്പോൾ 1.602 × 10⁻⁻19
കൂളോമാണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് ഇലക്ട്രോൺ ആയതുകൊണ്ട് നമുക്ക് -1.602 എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, -1.602 × 10⁻⁻⁹ കൂളോം എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത് മാസ് ആണ് പറയുന്നത്. മാസ് പറയുമ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 9.109 × 10⁻⁻31 കിലോഗ്രാം ആണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്, ഒരു ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇപ്പോൾ നമുക്ക് പോകേണ്ടത് ഏതാ? പ്രോട്ടോൺ. പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? ഇറ്റ്സ് എ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ഓഫ് ആൻ ആറ്റം എന്ന് മാത്രമാണ് നമ്മൾ പ്രോട്ടോൺ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ചാർജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി പോസിറ്റീവ്ലി ചാർജ്. നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ചാർജ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ 1.602 × 10⁻⁻⁹ കൂളോം തന്നെ ആയിരിക്കും അതിൻ്റെയും ചാർജ്. പക്ഷേ പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താ? നമുക്ക് ഇത് ന്യൂട്രലൈസ് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് എന്താണ് ഈ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ചാർജ് സെയിം തന്നെ ആയിരിക്കണമല്ലോ. ഒന്ന് മൈനസും മറ്റേത് പ്ലസ്സും ആയിരിക്കണം, വാല്യൂ സെയിം തന്നെ ആയിരിക്കണം. എങ്കിലേ ഇത് ന്യൂട്രലൈസ് ചെയ്ത് നമുക്ക് എന്താ ഒരു ന്യൂട്രലായിട്ടുള്ള ഒരു ആറ്റം നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.6727 × 10⁻⁻27 കിലോഗ്രാം ആണ് ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത്, ഒരു പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും. അതായത് എന്താ, ഇലക്ട്രോണിനെക്കാട്ടിയും കുറച്ച് മാസ് കൂടുതലുണ്ട് പ്രോട്ടോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഒരു പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 1837 ടൈംസ് അല്ലെങ്കിൽ 1836 ടൈംസ് ഓഫ് ആൻ ഇലക്ട്രോൺ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, ഒരു പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ 1836 ഇലക്ട്രോൺസ് ചേരുമ്പോൾ ആയിരിക്കും ഒരു പ്രോട്ടോണിൻ്റെ മാസിന് ഇക്വലൻ്റ് ആകുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള വാല്യൂസ് നിങ്ങളൊന്ന് എപ്പോഴും മൈൻഡിൽ കരുതിക്കോളുക. കാരണം വെച്ചാൽ നമുക്ക് എപ്പോഴും ഈ MCQസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. ഇതിൻ്റെ ചാർജ്, ഇതിൻ്റെ വെയിറ്റ്, ഇപ്പോൾ ഇലക്ട്രോൺ എത്ര ടൈംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇനി ഒരു ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ എത്ര ആയിരിക്കാം, അങ്ങനെ പറയുമ്പോൾ എത്രയായിരിക്കും? 1/1837 ടൈംസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പറയുക. ഓക്കെ, അതായത് 1800 അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്തിൽ 1837 അത്രയും മൈന്യൂട്ടായിട്ടായിരിക്കും അത് വരിക. ഓക്കെ, സോ അടുത്ത പറയുന്നത് എന്താ? ന്യൂട്രോൺ. ഓക്കെ, ന്യൂട്രോൺ ഈസ് എ ന്യൂട്രലി ചാർജ് പാർട്ടിക്കിൾ ഓഫ് ആൻ ആറ്റം. ഓക്കെ, ഇനി അതിൻ്റെ ചാർജ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല. ഓക്കെ, സോ പിന്നെ അതിൻ്റെ മാസ് പറയുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1.675 × 10⁻⁻27 കിലോഗ്രാം ആണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇലക്ട്രോണിനെക്കാട്ടിയും വെയിറ്റ് അല്ലെങ്കിൽ മാസ് കൂടുതലുള്ളൊരു സബ് അറ്റോമിക് പാർട്ടിക്കിളാണ്. ഓക്കെ, ഇലക്ട്രോണിൽ നമ്മൾ മെയിനായിട്ട് നോട്ടീസ് ചെയ്യേണ്ടത് എന്താണ്? അതിൻ്റെ ചാർജ്, അതായത് -1.602 × 10⁻⁻⁹ കൂളോം, അത് നോക്കുക. പിന്നെ അതുപോലെ അതിൻ്റെ മാസ്, ഓക്കെ, 9.109 × 10⁻⁻31 കിലോഗ്രാം. ഓക്കെ, സോ ഇത് രണ്ടും ഇലക്ട്രോണിൻ്റെ കാര്യത്തിൽ നോക്കുക. പിന്നെ നമുക്കത് നെഗറ്റീവ് എന്നറിയാം. ഓക്കെ, സോ അപ്പോൾ -1.602 ആണെന്നുള്ള രീതിയിൽ ചിന്തിച്ചോളാം. ഓക്കെ, നമ്മുടെ MCQs ചോദിക്കുമ്പോഴത്തേക്കും മൈനസും പ്ലസും തരുവാണെങ്കിൽ നമ്മൾ മൈനസിന് നമ്മൾ ഓപ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത് പ്രോട്ടോണിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെയാണ്. എന്താണ്? +1.602 × 10⁻⁻⁹ കൂളോം അതിൻ്റെ ചാർജ് വരുന്നത്. ഇനി പ്രോട്ടോണിൻ്റെ മാസ് വരുമ്പോഴത്തേക്കും എന്താ? 1.6727 × 10⁻⁻27 കിലോഗ്രാം. ഓക്കെ, ഇനി അത് എത്ര ടൈംസ് ഹെവിയർ ദാൻ നമ്മുടെ ഇലക്ട്രോൺ ആണ് എന്നുള്ളതും ചിലപ്പോൾ ചോദിച്ചേക്കാം. സോ അപ്പോൾ അത് നോട്ട് ചെയ്തോളാം. അപ്രോക്സിമേറ്റ്ലി 1836 ടൈംസ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഓക്കെ, സോ അതും നോട്ട് ചെയ്തോളാം. ഇനി ന്യൂട്രോണിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും എന്താ? അതിന് ചാർജ് ഇല്ല, ശ്രദ്ധിച്ചോണം. അപ്പോൾ എന്താണ് അവിടെ വരുമ്പോഴത്തേക്കും നോ ചാർജ്. ഓക്കെ, നോ ചാർജ് എന്നുള്ളത് നോക്കിക്കോളുക. അതുപോലെ അതിൻ്റെ മാസ് വരുന്നത് 1.675 × 10⁻⁻27 കിലോഗ്രാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തോളുക സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ കാര്യം പറയുമ്പോൾ. ഇനി ഇതിൻ്റെ ബേസിസിലാണ് നമ്മുടെ ഓരോ പ്രോപ്പർട്ടീസ് മാറുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും പറയും കണ്ടക്ടർ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഇൻസുലേറ്റർ എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ഈ പറയുന്ന കറണ്ടിനെയൊക്കെ കടത്തിവിടുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അത് ഈ പറയുന്ന ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെ അല്ലെങ്കിൽ ന്യൂട്രോണിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റിൻ്റെ ബേസിസിലാണ് ഇത് പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഓർബിറ്റിൽ കിടന്നിങ്ങനെ ചുറ്റുന്ന പാർട്ടിക്കിളാണെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ, അതായത് ഏറ്റവും വെളിയിലുള്ള ഒരു ആറ്റത്തിൻ്റെ ഏറ്റവും ഔട്ട്സൈഡിലുള്ള ഒരു ഓർബിറ്റ്, ആ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഒരു
ഇലക്ട്രോൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഈ നമ്മുടെ ഭൂമിയുടെ ഗുരുത്വാകർഷണം പറയുന്നത് പോലെയാണ്. ഈ ഭൂമിയിൽ നിന്ന് ഇത്തിരി ദൂരോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് ഇച്ചിരി വെളിയിലോട്ട് നിൽക്കുന്ന പാർട്ടിക്കിളിൻ്റെ അടുത്ത് അതിൻ്റെ അട്രാക്ഷൻ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിൻ്റെ നമ്മൾ എടുത്താൽ മതി, നമുക്കറിയാം ദൂരോട്ട് വരുമ്പോഴത്തേക്ക് എന്താ അതിൻ്റെ അട്രാക്ഷൻ കുറവായിരിക്കും. അതേസമയം അടുത്തോട്ടുള്ളൊരു സാധനത്തിൻ്റെ അടുത്തേക്ക് ഒരു കുഴപ്പമില്ല, അല്ല ആ വോളിയം കയറി വന്നോന്ന് അറിയില്ല, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ നമ്മൾ അതൊന്നും പറയാം, അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഭൂമിയിൽ നിന്ന് ദൂരേക്കുള്ളൊരു വസ്തുവിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലേക്കുള്ള അട്രാക്ഷൻ എന്താ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഗുരുത്വാകർഷണം അതിൽ ഉണ്ടാവുമെങ്കിലും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതേസമയം ഭൂമിയിൽ നിന്ന് അടുത്തേക്കുള്ള ഒരു വസ്തുവിലാണെങ്കിൽ എന്താ അട്രാക്ഷൻ കൂടുതലായിരിക്കും, ഗുരുത്വാകർഷണം കൂടുതലായിരിക്കില്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ന്യൂക്ലിയസിന് അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ നിന്ന് ദൂരോട്ടുള്ള ഒരു ഇലക്ട്രോണിൻ്റെ അടുത്ത് ഇതിൻ്റെ എന്താ അട്രാക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ പുള്ള് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ഫോഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും ചെറിയൊരു എനർജി അതിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഈ ഇലക്ട്രോൺ ചാടി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഈ വാലൻസ് ഇലക്ട്രോണിൻ്റെ പ്രസക്തി വരുന്ന അവിടെയാണ്. ഓക്കെ, വാലൻസ് ഇലക്ട്രോൺ എന്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചോളൂ. ഓക്കെ, വാലൻസ് ഇലക്ട്രോൺ അത് നോട്ട് ചെയ്യേണ്ട ഒരു പേരാണ് വാലൻസ് ഇലക്ട്രോൺ. ഓക്കെ, വാലൻസ് ഇലക്ട്രോൺ. ഓക്കെ, അത് ശ്രദ്ധിച്ചോളാം. ഓക്കെ, ഇലക്ട്രോൺ നമ്മൾ ഈ ഇട്ടിട്ട് മേളിലൊരു മൈനസ് ഇടുന്നത് ഇലക്ട്രോൺ നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ വാലൻസ് ഇലക്ട്രോൺ ശ്രദ്ധിച്ചോണം. എന്താ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലുള്ള ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്ന പേരാണ് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവുമെന്നുള്ളതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇത് തന്നിരിക്കുന്ന മെറ്റീരിയൽ എന്താ കണ്ടക്ടർ ആണോ സെമി കണ്ടക്ടർ ആണോ അതോ ഇൻസുലേറ്റർ ആണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റുന്നത് 8 ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, 8 ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് അല്ലെങ്കിൽ അവിടെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് ഇനി 4 ഇലക്ട്രോൺ ആണ് നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ ഉള്ളതെന്ന് ഇരിക്കട്ടെ. ഈ 4ൽ കുറവുള്ള എത്രയാണെങ്കിലും, അതായത് നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 4ൽ കുറവുള്ള ഇലക്ട്രോൺസ് ആണ് ഉള്ളതെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ഇലക്ട്രോൺ ആണെങ്കിലോ അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ ആണെങ്കിലോ അല്ലെങ്കിൽ 3 ഇലക്ട്രോൺ ആണെങ്കിലോ, ഇത്രയും ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ ഉള്ളതെങ്കിൽ ആ വസ്തുവിനെ നമ്മൾ കണ്ടക്ടർ എന്ന് പറയും. ഓക്കെ, കണ്ടക്ടിങ് മെറ്റീരിയൽ എന്ന് നമ്മൾ പറയും. ഇനി അതിന് 4 ഇലക്ട്രോൺസ് ആണ് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ ഉള്ളതെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സെമി കണ്ടക്ടർ എന്ന് പറയും. ആ ഒരു വസ്തുവിനെ നമ്മൾ സെമി കണ്ടക്ടർ എന്ന് നമ്മൾ പറയും. ഇനി 4ൽ കൂടുതൽ ഇലക്ട്രോൺസ് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ ഉണ്ടെങ്കിൽ, അതായത് 5 ഇലക്ട്രോണോ 6 ഇലക്ട്രോണോ 7 ഇലക്ട്രോണോ അല്ലെങ്കിൽ 8 ഇലക്ട്രോണോ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ ഉണ്ടെങ്കിൽ ആ വസ്തുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസുലേറ്റർ എന്ന് പറയും. ഓക്കെ, സോ ഇതിൻ്റെ ബേസിസിലാണ് എന്താ കണ്ടക്ടർ ആണോ ഇൻസുലേറ്റർ ആണോ എന്നൊക്കെ നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ വാലൻസ് ഇലക്ട്രോണിൻ്റെ പ്രസക്തി അതാണ്. അപ്പോൾ നമ്മുടെ കണ്ടക്ടർ സെമി കണ്ടക്ടർ ഇൻസുലേറ്റർ ഞാനൊന്ന് പറയാം, ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. ഓക്കെ, കണ്ടക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ലെസ് ദാൻ 4 ഇലക്ട്രോൺസ് ആയിരിക്കും അതിലുണ്ടാവുക. ഇനി സെമി കണ്ടക്ടർ ആണെങ്കിലോ, സെമി കണ്ടക്ടർ ആണെങ്കിൽ അതിൽ 4 ഇലക്ട്രോൺസ് ആയിരിക്കും ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ ഉണ്ടാവുക. ഇനി ഇൻസുലേറ്റർ ആണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ ഗ്രേറ്റർ ദാൻ 4 ആയിരിക്കും ഇലക്ട്രോൺസ് ഉണ്ടാവുക. ഗ്രേറ്റർ ദാനും അതുപോലെ എന്താണ് ലെസ് ദാൻ 8ഉം ആയിരിക്കും വരിക. ഓക്കെ, ഗ്രേറ്റർ ദാൻ 4ഉം ആയിരിക്കും അതുപോലെ ലെസ് ദാൻ 8ഉം ആയിരിക്കും അവിടെ ഇലക്ട്രോൺസിൻ്റെ നമ്പർ വരിക. ഓക്കെ, സോ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഒരു തന്നിരിക്കുന്ന വസ്തു കണ്ടക്ടർ ആണോ ഇൻസുലേറ്റർ ആണോ സെമി കണ്ടക്ടർ ആണോ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുക. ഓക്കെ, ഇനി അടുത്ത് വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ചാർജ്. ഓക്കെ, നമ്മൾ ഇതുവരെ പറഞ്ഞല്ലോ പോസിറ്റീവ്ലി ചാർജ് നെഗറ്റീവ്ലി ചാർജ്ഡ്. ഓക്കെ, എന്താണ് ചാർജ് എന്ന് പറയുന്നത്? ഓക്കെ, ചാർജ് വേറൊന്നുമില്ല, നമ്മുടെ ഒരു തന്നിരിക്കുന്ന വസ്തുവിൽ എന്താണ് ഇലക്ട്രോൺസിൻ്റെ അഭാവവും ആധിക്യവുമാണ് നമ്മൾ ചാർജ് എന്ന് പറയുക. ഓക്കെ, അതിന് നമ്മൾ പറയുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഏതാണ്? ടോട്ടൽ ഡെഫിഷ്യൻസി ഓർ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ഈസ് കോൾഡ് ചാർജ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഒരു ആറ്റത്തിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ, ഇലക്ട്രോൺസിൻ്റെ ആധിക്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പറയുന്നതാണ് അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ളൊരു ആറ്റമാണ് എന്ന് നമ്മൾ പറയും. ഇനി പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ആറ്റം ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എന്താ, അതിൽ എന്താണ് ഡെഫിഷ്യൻസി ആണ്, എക്സസ് അല്ല, ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതായത് ഇലക്ട്രോൺസിൻ്റെ കുറവാണ് അവിടെ അതിനെ പോസിറ്റീവ് ആക്കുന്നത്, ആ ആറ്റത്തിനെ പോസിറ്റീവ് ആക്കുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ പറയുന്നത് ടോട്ടൽ ഡെഫിഷ്യൻസി ഓർ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ആണ് അതിൻ്റെ
ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ ചാർജിൻ്റെ യൂണിറ്റാണ് നമ്മൾ കൂളോം എന്ന് പറയുക. ഓക്കെ, കൂളോം എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പണ്ടത്തെ ക്ലാസ്സിൽ കൂളംബ് എന്ന് പറയും, നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, കൂളോം എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, സി എന്നാണ് നമ്മളത് മെൻഷൻ ചെയ്യുന്നത്. സി, കൂളോംബിൻ്റെ സി വെച്ചിട്ടാണ് നമ്മൾ ആ യൂണിറ്റ് മെൻഷൻ ചെയ്യുക. ഇനി ഒരു കൂളോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എത്ര ഇലക്ട്രോൺസിൻ്റെ ചാർജിന് ഇക്വലൻ്റ് ആണെന്ന് പറയാം. ഒരു കൂളോം എന്ന് പറയുന്നത് ഇറ്റ്സ് ഇക്വലൻ ടു എ ചാർജ് ഓഫ് 6.24 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസ്. ഓക്കെ, അതായത് നമ്മുടെ 6.24 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസ്, ഇത്രയും ഇലക്ട്രോൺസ് ചേരുമ്പോഴുണ്ടാകുന്ന ചാർജാണ് ഒരു കൂളോം എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്തോളാം. ചാർജ് ഓഫ് ആൻ 1 കൂളം ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് 6.24 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസ് എന്നാണ്. ഓക്കെ, സോ അതും നോട്ട് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചാർജ് പറഞ്ഞു, സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് പറഞ്ഞു. ഓക്കെ, ഇത്രയായി. ഇനിയാണ് നമുക്ക് കറണ്ട് എന്താണെന്നുള്ളത് പറയേണ്ടത്. ഓക്കെ, സോ കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി എന്താണ്, ഒരു ഫ്ലോ ആണത് സൂചിപ്പിക്കുക. കറണ്ട്, നമ്മൾ റിവർ കറണ്ട് എന്നൊക്കെ പറയാറില്ലേ, ഒരു നദിയുടെ ഒഴുക്ക്. ഈ കറണ്ട് എന്ന് പറയുന്ന ഒഴുക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടുത്തെ കറണ്ട്, നമ്മുടെ ഇലക്ട്രിക്കലെ കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ചാർജ് നമ്മൾ പറഞ്ഞല്ലോ, ഈ ചാർജിൻ്റെ ഒഴുക്കിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുക ഇവിടെ. ഓക്കെ, ഫ്ലോ ഓഫ് ചാർജിനെയാണ് നമ്മൾ കറണ്ട് എന്ന് സൂചിപ്പിക്കുക. അപ്പോൾ ഇവിടെ ചാർജ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോവിനെയാണ് ഇവിടെ നമ്മൾ കറണ്ട് എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പറയും, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് എന്ന് നമ്മൾ പറയും. ഓക്കെ, കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സാധാരണഗതിയിൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്, നെഗറ്റീവ് പൊട്ടൻഷ്യലിൽ നിന്ന് പോസിറ്റീവ് പൊട്ടൻഷ്യലിലേക്ക്. എപ്പോഴും ഒരു ക്വാണ്ടിറ്റി കൂടുതലുള്ള സ്ഥലത്തു നിന്നല്ലേ കുറവുള്ള സ്ഥലത്തിലേക്ക് ഒഴുകത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചൂടിൻ്റെ കാര്യമാണെങ്കിൽ തന്നെ നമ്മളൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുമ്പോഴത്തേക്കും അടിയിലല്ലേ ആദ്യം ചൂടേൽക്കുക. അപ്പോൾ അടിയിൽ ചൂട് കൂടുതലായിരിക്കും, ഏറ്റവും മേളിൽ ചൂട് കുറവായിരിക്കും. അപ്പോൾ അടിയിൽ നിന്ന് ചൂടായിട്ട് ആ ചൂട് പയ്യെ മേളിലേക്ക് ട്രാൻസ്ഫർ ചെയ്താണ് വരുന്നത്. ഹീറ്റ് അങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഇലക്ട്രോൺസിൻ്റെ കാര്യം. ഫ്ലോ എപ്പോഴും ഹയർ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഉള്ള ഏരിയയിൽ നിന്ന് ലോവർ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഉള്ള ഏരിയയിലേക്കായിരിക്കും ഫ്ലോ നടക്കുക, കൂടുതലുള്ളിടത്തു നിന്ന് കുറവുള്ളിടത്തേക്ക്. ഇപ്പോൾ നമ്മൾ പൈപ്പ് തന്നെ നമ്മുടെ വീടുകളിൽ നമുക്ക് നമ്മൾ മുകളിൽ ടാങ്ക് വയ്ക്കാറുണ്ട്. അപ്പോൾ ഉയർന്നൊരു സ്ഥലത്ത് നിന്ന് താഴേക്ക്, അപ്പോൾ കൂടുതലുള്ളിടത്തു നിന്ന് ഇല്ലാത്തിടത്തേക്കല്ലേ ഒഴുക്ക് വരുന്നത്. അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ കൂടുതലുള്ള സ്ഥലത്തുനിന്ന് കുറവുള്ള സ്ഥലത്തേക്കുള്ള ആ ഒരു ഒഴുക്ക്, അതാണ് നമ്മുടെ ഫ്ലോ ഓഫ് കറണ്ട് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ കൺവെൻഷനലി നമ്മൾ പറയുമ്പോൾ കൺവെൻഷണൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ കൺവെൻഷണൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ പറയുമ്പോഴത്തേക്കും പറയുന്നത് എങ്ങനെയാണ്, ഇറ്റ് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്, അല്ലെങ്കിൽ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കാണ് നമ്മൾ കറണ്ട് ഫ്ലോ നമ്മൾ പറയുക. ഓക്കെ, നമ്മളൊരു ബാറ്ററി ആണെങ്കിലും ശരി, ഒരു കറണ്ട് സോഴ്സ് ആണെങ്കിലും ശരി, എന്താണെങ്കിലും നമ്മളെപ്പോഴും പറയുന്നത് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് കറണ്ട് പോകുന്നു എന്നാണ് നമ്മളെപ്പോഴും പറയുന്നത്. സോ നമ്മളത് കാലാകാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നത് കൊണ്ടാണ് ഈ കൺവെൻഷൻ എന്നുള്ള ആ വാക്ക് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളായി ഉപയോഗിച്ച് വരുന്നൊരു രീതി, അതാണ് കൺവെൻഷണൽ എന്ന് പറയുന്നത്. സോ നമ്മളെപ്പോഴും പറയുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഒഴുകുന്നു എന്ന് പറയുന്നത് കൊണ്ട് അതിനെ കൺവെൻഷണൽ ഫ്ലോ ഓഫ് കൺവെൻഷണൽ ഫ്ലോ ഓഫ് കറണ്ട് എന്ന് നമ്മൾ പറയും. അല്ലാതെ ആരെങ്കിലും ചോദിക്കുകയാണ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും എങ്ങനെയാണ്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കായിരിക്കും ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് സംഭവിക്കുക. എന്നാൽ കൺവെൻഷണൽ ഫ്ലോ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കാണ്. സോ അതെപ്പോഴും നമ്മൾ നോട്ട് ചെയ്തോളാം. നമ്മൾ ചുറ്റിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഫ്രം നെഗറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ് ടെർമിനൽ. ഓക്കെ, അതുപോലെ കൺവെൻഷണൽ കറണ്ട് എന്ന് പറയുന്നത് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനലാണ് കൺവെൻഷണൽ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ സൈഡിൽ നമ്മളൊരു ഫിഗർ വരച്ചിട്ടുണ്ട്. അതിൽ കാണിക്കുന്നതും അത് തന്നെയാണ്. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് കാണിക്കുന്നത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. അതായത് ഇങ്ങനെയാണ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് പോകുന്നത്. എന്നാൽ കൺവെൻഷണൽ ഫ്ലോ എന്ന് പറയുന്നത് തിരിച്ചാണ്, അതായത് ഇതിൻ്റെ നേരെ റിവേഴ്സ് ഡയറക്ഷനിലേക്ക്. ഇപ്പോൾ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നമ്മുടെ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരിക്കുള്ള കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൺവെൻഷണൽ ഫ്ലോ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, സോ അതും നമ്മൾ നോട്ട് ചെയ്തുകൊള്ളാം. ഇനി കറണ്ടിൻ്റെ നമ്മൾ യൂണിറ്റ് സൂചിപ്പിക്കുന്നത് ആംപിയറിലാണ്. ഓക്കെ, ആംപിയർ ആണ് നമ്മുടെ കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓക്കെ, ഒരു ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചിപ്പിക്കുന്ന വേറൊന്നുമല്ല, ഇഫ് എ ചാർജ് ഓഫ് 1 കൂളോം flows through a given cross section of a conductor in 1 second, the current is said to be 1 ampere. ഓക്കെ, അതായത് ഒരു കണ്ടക്ടർ നമുക്ക് തന്നിട്ടുണ്ട്, ഒരു കണ്ടക്ടർ മെറ്റീരിയൽ നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വയർ തന്നിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ. ഈ വയറിന് അക്രോസ് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഒരു കൂളോം ചാർജ്, ഓക്കെ, ഒരു കൂളോം ചാർജിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുകയാണ്. ഒരു സെക്കൻഡ് കൊണ്ട് ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ഒരു കൂളോം ചാർജ് ഒഴുകി എത്തുന്നു എന്നിരിക്കട്ടെ. എങ്കിൽ ആ കറണ്ടിനെ പറയുന്ന പേരാണ് 1 ആംപിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കൂളം ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്നതിനെയാണ്, ഒരു കൂളം ചാർജ് ഒരു കണ്ടക്ടറിലൂടെ ഒരു സെക്കൻഡ് ഫ്ലോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒരു ആംപിയർ എന്ന് പറയുക. ഓക്കെ, സോ ഞാനിത് മാർക്ക് ചെയ്യാം. ഇഫ് എ ചാർജ് ഓഫ് 1 കൂളം ഫ്ലോസ് ത്രൂ എ ഗിവൻ ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ in 1 second, then the current is said to be 1 ampere. അപ്പോൾ ഒരു കൂളംബ് ചാർജ് ഒരു സെക്കൻഡ് ഒഴുകുന്നു. അപ്പോൾ നമുക്ക് അതിനെ എന്താ 1 ആംപിയറിന് അല്ലാതെ വേറൊരു പേരും പറയാം, 1 കൂളം പെർ സെക്കൻഡ് എന്നുള്ള രീതിയിലും പറയാം. ഓക്കെ, സോ ആംപിയറിനെ നമുക്ക് കൂളം പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ അതും നോട്ട് ചെയ്തോളുക. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, ആ പേര് തന്നെയുണ്ട് പൊട്ടൻഷ്യൽ. നേരത്തെ നമ്മൾ കറണ്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ പൊട്ടൻഷ്യൽ, നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ, ഒരാളെ കണ്ടാൽ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമ്മൾ പറയും. അതായത് എന്തോ വർക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി അയാളിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ പൊട്ടൻഷ്യൽ കൊണ്ട് സൂചിപ്പിക്കുക. ഇനി അല്ല, നമ്മൾ കുഞ്ഞുനാളിൽ പഠിച്ച പൊട്ടൻഷ്യൽ എനർജി തന്നെ ഇരിക്കട്ടെ. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഒരു പൊസിഷനിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ അതിൻ്റെ പൊസിഷനിൽ ഉള്ള എനർജി, ആ ഒരു പൊസിഷൻ കൊണ്ടുള്ള എനർജിയെയാണ് പൊട്ടൻഷ്യൽ എനർജി എന്നുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുക. ഓക്കെ, സോ ബേസ്ഡ് ഓൺ പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബേസിസിലുള്ള എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് സൂചിപ്പിക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ തന്നെ ഞാൻ വീടുകളിൽ നമ്മൾ ടാങ്ക് വെക്കുന്ന കാര്യം പറഞ്ഞു. ഓക്കെ, വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ടാങ്ക് വെക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ സമ്പും വെക്കുന്നുണ്ട്, വീടിൻ്റെ മേളിൽ ടാങ്കും വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മേളിൽ വെക്കുന്ന ടാങ്ക് നമുക്ക് നോക്കാം. മേളിൽ വെക്കുമ്പോഴത്തേക്കും എന്താ, അതൊരു പൊസിഷനിലായിരിക്കുന്നത്. അപ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ടാങ്ക് മേളിൽ വെക്കുന്നത്. എന്തുകൊണ്ടാണ്, പൊട്ടൻഷ്യൽ കൂടുതലുള്ളിടത്തുനിന്ന് കുറവുള്ളിടത്തേക്ക് ഒഴുകും. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ, ഇലക്ട്രോൺസ് കൂടുതലുള്ളിടത്തുനിന്ന് കുറവുള്ളിടത്തേക്ക് ഒഴുകുമെന്ന് പറഞ്ഞില്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെയും എന്താണ്, ഒരു ടാങ്ക് ഹയർ പൊസിഷനിൽ വെക്കുമ്പോഴത്തേക്കും ഗ്രൗണ്ട് ലെവലിലുള്ള പൊട്ടൻഷ്യൽ എനർജിയെ കാട്ടി ഹയർ ലെവലിൽ അതിന് പൊട്ടൻഷ്യൽ എനർജി കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒഴുക്ക് എങ്ങനെയാണ്, എപ്പോഴും ഹയറിൽ നിന്ന് ലോവറിലേക്ക് ഒഴുക്ക് സംഭവിക്കും. അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഓക്കെ, ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്താ, ഒരു ചാർജ്ഡ് ബോഡിയുടെ ഏതെങ്കിലും ഒരു പൊസിഷനിലിരിക്കുന്ന അത് ആ ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടി അതെന്ത് വർക്ക് ചെയ്തു, അതാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ സൂചിപ്പിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓരോരുത്തർ ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്, ഇപ്പോൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് നമ്മൾ 10ലേക്ക് വരുന്നു. 10ാം ക്ലാസ് പരീക്ഷ പാസ്സായാൽ മാത്രമല്ലേ നമുക്ക് 11ലേക്ക് എത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 12ലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇനി 12ാം ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഡിഗ്രിക്ക് ഗ്രാജുവേഷൻ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 10ാം ക്ലാസ്സിലെ നമ്മുടെ മെയിൻ എക്സാം, അതല്ലെങ്കിൽ ഈ 12ാം ക്ലാസ്സിൻ്റെ മെയിൻ എക്സാം, ആ എക്സാമിന് നമ്മൾ ജയിച്ചാൽ മാത്രമല്ലേ നമുക്ക് അടുത്തയിലേക്ക് നമുക്ക് പോകാൻ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് ക്വാളിഫൈഡ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. സോ അത് തന്നെയാണ്, അതിനുവേണ്ടി നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നു, ആ പാസ്സാകാൻ വേണ്ടി, ഓരോ എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ട് നമ്മളൊരു വർക്ക് എടുക്കുന്നുണ്ട്. ആ വർക്ക് ചെയ്തതിൻ്റെ ബേസിസിലാണ് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഡിഗ്രി ആണെങ്കിലും ശരി, അല്ലാത്തതാണെങ്കിലും ശരി, നമുക്ക് ആ ഒരു വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു പൊസിഷനിലേക്ക് എത്തുക. ഇപ്പോൾ ഒരാളൊരു ജോബ് ചെയ്യുന്നു, അയാൾ ആ ജോബ് ചെയ്യണമെങ്കിൽ ആ പൊസിഷനിലേക്ക് എത്താൻ ഒരു വർക്ക് ചെയ്തു. അപ്പോൾ ആ ചെയ്യുന്ന വർക്ക്, അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ കൊണ്ട് സൂചിപ്പിക്കുക. ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ദ കപ്പാസിറ്റി ഓഫ് എ ചാർജ്ഡ് ബോഡി ടു ഡു വർക്ക് ഈസ് കോൾഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഓക്കെ, അതാണ് അതിൻ്റെ നമ്മളതിൻ്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി അല്ലാത്ത രീതിയിൽ വേറൊരു രീതിയിൽ നമുക്ക് പറയാം. എന്താണ്, നമുക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് കുറച്ചും കൂടെ നമ്മൾ വിപുലമായിട്ട് പറയുകയാണെങ്കിൽ, ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു ചാർജ്ഡ് ബോഡിയെ നമുക്ക് വേണ്ട ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ എടുക്കുന്ന വർക്ക്, അതിനെ നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം. ഓക്കെ, ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്, അതിനെ നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് ആണ് നമ്മൾ വോൾട്ട് എന്ന് പറയാം. നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നില്ലേ, അത് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് ആണ്. ഓക്കെ, അത് നമ്മൾ വോൾട്ട് എന്നുള്ള ഇതിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. നമ്മൾ വി ആണ് അതിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്നുകൂടെ ശ്രദ്ധിക്കുക. എന്താണ് കപ്പാസിറ്റി ഓഫ് എ ചാർജ്ഡ് ബോഡി ടു ഡു വർക്കാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുക. അതുപോലെ അല്ലെങ്കിൽ പറയുന്നത് എന്താണ്, ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി
ടു ദാറ്റ് പോയിന്റ്. ഓക്കെ, നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ എവിടെയെങ്കിലും എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അത് കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഓക്കെ, ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, നമുക്ക് വേണ്ട ഒരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എത്ര വർക്ക് നമ്മൾ ചെയ്യുന്നു അതിനെയാണ് നമ്മൾ എന്താ പൊട്ടൻഷ്യൽ എന്ന് പറയുക. ഓക്കെ, ഇനി അടുത്തെന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയാം. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വേറൊരു ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ ഇതാണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഇതാണെങ്കിൽ അത് വേറൊരു പൊസിഷനിൽ ഇരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പൊട്ടൻഷ്യൽ വേറെ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്യാം, അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ചെയ്യാം, അതിൻ്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ എന്താ, രണ്ട് പൊസിഷനിലുള്ള അതിൻ്റെ എനർജി അല്ലെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യലിനെ നമ്മൾ താരതമ്യം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസിനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുക. ആ പേര് തന്നെയുണ്ട്, എല്ലാം അതേ പേര് തന്നെയാണ്. നമ്മളത് നോക്കിയാൽ മതി, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വർക്ക് ഡൺ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് അതിനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എത്ര വർക്ക് ചെയ്തു എന്നുള്ളതാണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണിക്കുന്നത്. ഓക്കെ, the difference between electric potentials at any 2 points of a conductor or circuit is called voltage. Okay, ഇതിനെ തന്നെയാണ് നമ്മൾ വോൾട്ടേജ് എന്നും പറയുക. It is a work done to move a unit positive charge from one point to another. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വർക്കിനെയാണ് നമ്മൾ എന്താ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നമ്മൾ പറയുക. ഓക്കെ, ഇനി ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ നമ്മൾ പൊട്ടൻഷ്യൽ ഈ വോൾട്ടേജ് എന്ന് വിളിക്കുന്ന വോൾട്ടേജിനെ തന്നെ നമ്മൾ പല പല രീതികൾ പല ആസ്പെക്റ്റുകളിൽ വരുമ്പോഴത്തേക്കും നമ്മൾ പല പേരുകൾ വിളിക്കുന്നതാണ്. ഒന്ന് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതും നമ്മളിപ്പോൾ ഈ പറഞ്ഞ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതല്ലെങ്കിൽ വോൾട്ടേജ് എന്നെല്ലാം പറയുന്നത് ഈ പൊട്ടൻഷ്യലിൻ്റെയും അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ പല പേരുകളാണ്, പല ആസ്പെക്റ്റിൽ പറയുന്നു എന്നേ ഉള്ളൂ. ഇതല്ലാതെ നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള വേറൊരു പേരുണ്ട്, EMF എന്ന് നമ്മൾ പറയാറുണ്ട്, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഈ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ്, നമ്മൾ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. ബേസിക് ഐഡിയ അത് തന്നെയാണ്. പക്ഷേ ഈ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, നമുക്ക് ഒരു ഫ്ലോ ഉണ്ടാകണമല്ലോ. ഓക്കെ, നമുക്ക് ഒരു ചാർജിൻ്റെ കറണ്ടിൻ്റെ ഒരു ഫ്ലോ ഉണ്ടാകണം. ആ ഫ്ലോ ഉണ്ടാകണമെന്നെങ്കിൽ ഒരു ഫോഴ്സ് അവിടെ ഉണ്ടായാലല്ലേ പറ്റത്തുള്ളൂ. എവിടെന്നെങ്കിലും ഒരു തള്ളൽ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഈ ഒഴുക്ക് സംഭവിക്കുകയുള്ളൂ. എനർജി ചേഞ്ച് ഉണ്ട്, എനർജി ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് തന്നെയാണ് ഈ ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഫോഴ്സിന് പറയുന്ന പേരാണ് EMF എന്ന് പറയും. അതാണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. അതായത് ഇലക്ട്രിക് ചാർജിനെ മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ എന്താണ് മോഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഫോഴ്സ്, അതാണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. ഇതിൻ്റെ യൂണിറ്റും വോൾട്ടേജ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വോൾട്ടേജിനെ തന്നെ നമുക്ക് പല രീതിയിൽ പറയാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, EMF, ഇങ്ങനെ പല പേരിലും നമുക്ക് പറയാം. പല ആസ്പെക്റ്റിൽ വരുമ്പോൾ അതിൻ്റെ രീതി മാറുന്നു എന്നേ ഉള്ളൂ. ബേസിക്കലി എല്ലാം ഒരേ കാര്യം തന്നെയാണ്, റിലേറ്റീവായിട്ട് നമ്മൾ പറയുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും യൂണിറ്റ് വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും യൂണിറ്റ് നമ്മൾ പറയുന്നത് വോൾട്ടാണ്. അത് നമ്മൾ മെൻഷൻ ചെയ്യുന്ന എന്തിലായിരിക്കും, വിയിലാണ് നമ്മൾ അതിനെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി കുറച്ചും കൂടെ നമ്മൾ പ്രോപ്പറായിട്ടൊരു ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points is said to be 1 volt. ശ്രദ്ധിച്ചോളാം. ഇഫ് 1 joule of work if 1 joule of work is done in transferring a charge of 1 coulomb from one point to another. ഓക്കെ, അതായത് നമ്മൾ ഒരു ചാർജ് കൂളോമിന്, ഓക്കെ, ഒരു കൂളോം ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ 1 ജൂള് വർക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ 1 volt എന്ന് പറയുക. ഓക്കെ, സോ അത് നമ്മൾ ശ്രദ്ധിച്ചോണം. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്നുള്ള ആ ഒരു ടേം അത് നമ്മൾ ശ്രദ്ധിച്ചോളാം. ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് അതൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണ്. ഓക്കെ, ഇലക്ട്രിക് ഫ്ലോ ഉണ്ടാകാൻ വേണ്ടി അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണത്. ഓക്കെ, എല്ലാ ആ പേരുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അത് ശ്രദ്ധിച്ചോളാം, അങ്ങനെ ശ്രദ്ധിച്ചോളാം. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് എന്താ, കോമൺ ആയിട്ട് വരുന്ന ഒരു ലോ ആണ് നമ്മുടെ ഇലക്ട്രിക്കലിൽ വരുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ലോ, ഓംസ് ലോ എന്ന് പറയും. ഓക്കെ, അത് ആ ലോ കൊണ്ടുവന്ന ആളുടെ പേര് വെച്ചിട്ട് അത് അറിയപ്പെടുന്നു എന്നേ ഉള്ളൂ, ഓം എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ലോ പറയുന്നത് വേറൊന്നുമല്ല, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ നമുക്കൊരു ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ആ ടെമ്പറേച്ചറിൽ എന്താ നമുക്കൊരു കണ്ടക്ടറിന് അക്രോസ് ഇത്ര വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ ആ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും എപ്പോഴും ആ കണ്ടക്ടറിന് അക്രോസ് ഉണ്ടാകുന്ന കറണ്ട് ഫ്ലോ. ഓക്കെ,
അതായത് ആ തന്നിരിക്കുന്ന കണ്ടക്ടറിൻ്റെ രണ്ട് എൻഡിൻ്റെ എക്രോസ് ഉണ്ടാകുന്ന ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, ഒരു വോൾട്ടേജ്. ആ വോൾട്ടേജിനനുസരിച്ചിട്ടായിരിക്കും അതിലുണ്ടാവുന്ന കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വോൾട്ടേജ് കൂടുതലാണെങ്കിൽ കറണ്ട് കൂടുതലായിരിക്കും എന്നുള്ള രീതിയിലാണിത് പറയുക. ഓക്കെ, ഇറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, ദ കറണ്ട് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് അക്രോസ് ഇറ്റ്സ് എൻഡ്സ്. അതാണ് അവർ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമ്മുടെ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ചിട്ട് കറണ്ട് കൂടും. അതാണ് ഓംസ് ലോ സൂചിപ്പിക്കുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്നുള്ളത് നമ്മളെപ്പോഴും നോക്കണം. ടെമ്പറേച്ചർ മാറുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കളി മൊത്തം മാറും. ഓക്കെ, ആ വേരിയേഷൻ ഉണ്ടാവും. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ചിട്ട് ഈ പറയുന്ന കറണ്ടിൻ്റെ ഫ്ലോയ്ക്ക് വേരിയേഷൻ ഉണ്ടാവും. കാരണം ഇതിനിടയിൽ വേറൊരു കാര്യം വരുന്നുണ്ട്, വേറൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ വേറൊരു ടേം വരുന്നുണ്ട്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ അടുത്ത് നോക്കുന്ന അതാണ്. അപ്പോൾ ഈ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഏത് മെറ്റീരിയലാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, കണ്ടക്ടറിൻ്റെയൊക്കെ ഈ അതിൻ്റെ കറണ്ടിനെ കടത്തിവിടുന്ന അതിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്, അതൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറയുന്നത് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്ന് ഓംസ് ലോ എടുത്തു പറയുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ the current through any conductor is directly proportional to the potential difference between its ends. Okay, അതാ പറയുന്നത്. And if the V is the voltage between two ends of the conductor and I is the current through the conductor, then V is directly proportional to I. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്ന V is directly proportional to I. V എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്ന അതിൻ്റെ വോൾട്ടേജും അതുപോലെ I എന്ന് പറയുന്നത് ആ കറണ്ടുമാണ്. ഓക്കെ, V will be directly proportional to I. ഇനി ഈ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി എപ്പോഴും നമ്മൾ മാറ്റുന്നത് എങ്ങനെയാണ്? ഒരു കോൺസ്റ്റൻ്റ് അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറിയിട്ട് അതൊരു ഇക്വേഷനായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ആ മാറാൻ വേണ്ടി, ഇക്വേഷനായിട്ട് മാറാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റൻ്റ് അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ കോൺസ്റ്റൻ്റ് എപ്പോഴും സൂചിപ്പിക്കുന്നത് എന്താ? നമ്മൾ ആ ഉപയോഗിക്കുന്ന കണ്ടക്ടർ മെറ്റീരിയലില്ലേ, അതിൻ്റെ പ്രോപ്പർട്ടി, അതിൻ്റെ ക്വാളിറ്റിയാണ് ഈ കോൺസ്റ്റൻ്റ് എപ്പോഴും സൂചിപ്പിക്കുക. ആ മെറ്റീരിയലിൻ്റെ സ്വഭാവത്തിനെയാണ് എപ്പോഴും അത് സൂചിപ്പിക്കുക. കാരണം അതിനെയും കൂടെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെയും കൂടെ ആശ്രയിച്ചായിരിക്കുമല്ലോ ഈ കറണ്ട് ഫ്ലോ ഒക്കെ ഇരിക്കുന്നത്. സോ അതാണ് ആ ഒരു പ്രോപ്പർട്ടിയും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ അങ്ങനെ പറയുമ്പോൾ V is equal to I R എന്ന് പറയും. ആ കോൺസ്റ്റൻ്റ് നമ്മൾ R എന്നുള്ളൊരു പേര് കൊടുക്കും. ഓക്കെ, ആ R എന്ന് പറയുന്ന പേര് വരുന്നതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു സ്വഭാവത്തിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുക. ഓക്കെ, റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടറാണ് ഈ R കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, R എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ അത് നോട്ട് ചെയ്തോളാം. അടുത്ത് നമ്മൾ പോകുന്ന റെസിസ്റ്റൻസിലേക്കാണ്. ഓക്കെ, സോ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഒരു വസ്തുവിൻ്റെ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. ഏത് കണ്ടക്ടറാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ റെസിസ്റ്റൻസ് പറയുക. പക്ഷേ നിങ്ങൾ ആ പേരൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ, റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഒരു പ്രതിരോധം എന്നല്ല അത് പറയുന്നത്. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രതിരോധം അല്ലെങ്കിൽ അതിൻ്റെ എന്താ ഒരു എതിർപ്പ്, ഇതൊക്കെയല്ലേ കാണിക്കുന്നത്. റെസിസ്റ്റൻസ് എന്നുള്ളൊരു പേര് സൂചിപ്പിക്കുന്നത് എന്താണ്? ഒരു പ്രതിരോധം അല്ലെങ്കിൽ എതിർപ്പൊക്കെയല്ലേ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് നടക്കുന്നത്? കറണ്ടിൻ്റെ ഫ്ലോ ആണ് നടക്കുന്നത്. അപ്പോൾ ആ കറണ്ടിൻ്റെ ഫ്ലോയിനെ എന്താണോ എതിർക്കുന്നത് അതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു സ്വഭാവത്തിനെ അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയറിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്നുകൊണ്ട് സൂചിപ്പിക്കുക. ഓക്കെ, സോ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടക്ടറിന് അക്രോസ് ഉള്ള കറണ്ട് ഫ്ലോയെ എതിർക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്നുകൊണ്ട് സൂചിപ്പിക്കുക. ഓക്കെ, അതെപ്പോഴും ആ കണ്ടക്ടർ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം പോലെ ഇരിക്കും. അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ മെറ്റീരിയലിനും ഓരോ റെസിസ്റ്റൻസ് ആയിരിക്കും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സാഹചര്യം, ടെമ്പറേച്ചർ എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. നമുക്കതിലേക്ക് പോകാം. റെസിസ്റ്റൻസിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് പറയാനുണ്ട്, നമുക്കതിലേക്ക് പോവാം. ഇപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് റെസിസ്റ്റൻസ് എന്താണെന്ന് അറിഞ്ഞാൽ മതി, അത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇതാണ് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഒപ്പോസിഷൻ ഓഫ് കറണ്ട് ഫ്ലോ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ നമ്മൾ പറയുമ്പോൾ എന്താ? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഒപ്പോസിഷൻ ടു കറണ്ട് ഫ്ലോ. കറണ്ട് ഫ്ലോയ്ക്കുള്ള ഒപ്പോസിഷൻ, അതിൻ്റെ മെഷറിനെയാണ് റെസിസ്റ്റൻസ് കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുക. ഓക്കെ, സോ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഒപ്പോസിഷൻ ടു കറണ്ട് ഫ്ലോ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഓക്കെ, ഇനി യൂണിറ്റ്, ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ ഓം ആണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഓം ആണ് ഇതിൻ്റെ യൂണിറ്റ്. നമ്മൾ റെസിസ്റ്റൻസ് മെൻഷൻ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു R കൊണ്ടാണ്, നമ്മൾ R എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ റെസിസ്റ്റൻസിനെ നമ്മൾ മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സിംബലൈസ് ചെയ്യുന്നത് അങ്ങനെയാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഓം ആണ്. OHM എന്ന് നമുക്ക് എഴുതാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിമ്പിൾ കൊണ്ട് നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാം. ഓം എന്നുള്ള ഒരു ഗ്രീക്ക് സിമ്പിളാണ്, അതുകൊണ്ട് നമുക്കതിനെ മെൻഷൻ ചെയ്യാം ഓമിന്. ഓക്കെ, അപ്പോൾ ഇതിൽ പിന്നെ നമ്മൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എന്താണ്? ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ഒപ്പോസസ് ദ
ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇതാണ് റെസിസ്റ്റൻസ് എന്നുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുക. ഓക്കെ, ഇനി ഒരിക്കൽ നമ്മൾ റെസിസ്റ്റൻസ് പറഞ്ഞു. അപ്പോൾ റെസിസ്റ്റൻസ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഏതാ? ഒരു കറണ്ട് ഫ്ലോയ്ക്കുള്ള എതിർപ്പിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകാനുള്ള ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു റെഡിനെസ് ഉണ്ടാവും. അതിന് പറയുന്ന പേരാണ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പോലെ കണ്ടക്ടൻസ് നമുക്ക് പറയാം. ഒന്ന്, റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒപ്പോസിഷനാണ് സൂചിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടക്ടൻസ് സൂചിപ്പിക്കുന്നത് അതിൻ്റെ എന്താണ്? അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ റെഡിനെസ്സാണ് പറയുന്നത്. ആ പേര് തന്നെ നോക്കിയാൽ മതി, കണ്ടക്ടൻസ്. ഒരാളൊരു പരിപാടി കണ്ടക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതെന്താ പറയുക? നടത്തിപ്പുകാരൻ എന്നുള്ളതല്ലേ സൂചിപ്പിക്കുക. കണ്ടക്ടിങ് എന്ന് പറയുമ്പോൾ നടത്തിപ്പാണ് അത് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് നടക്കേണ്ടത്? ഫ്ലോ ഓഫ് കറണ്ട് ആണ് ഇവിടെ നടക്കേണ്ടത്. അപ്പോൾ കണ്ടക്ടൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഫ്ലോ ഓഫ് കറണ്ടിനെ എയ്ഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ എന്താ? കണ്ടക്ടൻസ് എന്നുകൊണ്ട് സൂചിപ്പിക്കുക. ഓക്കെ, ഇത് എപ്പോഴും എന്താ? റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇറ്റ് ഈസ് ദ റെഡിനെസ് വിത്ത് വിച്ച് എ കണ്ടക്ടർ ട്രാൻസ്മിറ്റ്സ് ആൻ ഇലക്ട്രിക് കറണ്ട്. ഇനി ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ സൂചിപ്പിക്കുന്നത് സീമെൻസിലാണ്. ഓക്കെ, സീമെൻസ് എന്നാണ് നമ്മൾ ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ പറയാം. നേരത്തെ നമ്മൾ ഓം ആയിരുന്നല്ലോ പറഞ്ഞത്. നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം എന്ന് പറഞ്ഞു. ഇവിടെ കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സീമെൻസ് ആണ്. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ എന്താ? ഓം നമ്മൾ പറഞ്ഞില്ലേ, ഈ ഓമിനെ നമ്മൾ തിരിച്ചിടുകയാണ്. ഓക്കെ, OHM, അതിന് തിരിച്ചിടുമ്പോൾ എന്താണ്? MHO, മോ എന്നും നമുക്കിതിനെ വിളിക്കാം. അതല്ലെങ്കിൽ ഓം എന്നും പറഞ്ഞ് നമ്മളൊരു സൈൻ എഴുതിയായിരുന്നല്ലോ, ഒരു സിമ്പിൾ എഴുതിയില്ലേ. അപ്പോൾ ആ ഓം എന്നുള്ള സിമ്പിളിൻ്റെ (1) ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് പറയാം. ഒന്ന് സീമെൻസ് എന്ന് പറയാം, അതല്ല എന്നുണ്ടെങ്കിൽ മോ എന്ന് പറയാം, അല്ലെങ്കിൽ (1) എന്ന് നമുക്ക് പറയാം. കണ്ടക്ടൻസിന് ഈ 3 രീതിയിൽ നമുക്ക് യൂണിറ്റ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ കണ്ടക്ടൻസ് നമ്മൾ സൂചിപ്പിക്കുന്നത് G എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. G = 1/R ആണ്. സോ അതും നോട്ട് ചെയ്തോളുക. ഓക്കെ, സോ റെസിസ്റ്റൻസായി, കണ്ടക്ടൻസായി. ഓക്കെ, സോ ഇനി അടുത്ത് വരുന്നത് എനർജിയും പവറും ആണ്. ഓക്കെ, ഇപ്പോൾ എനർജി, പവർ, ഇത് രണ്ടും റിലേറ്റീവ് ആയിട്ടുള്ള 2 ടേംസ് ആണ്. ഓക്കെ, എനർജി എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് ഫസ്റ്റ് മനസ്സിലാവുന്നത്? എനർജി. ഓക്കെ, ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ടോ വലിയ എനർജി ഇല്ല എന്ന് പറയുകയാണെങ്കിൽ എന്താ നമ്മൾ സൂചിപ്പിക്കുക? നമുക്കൊരു എന്താ വർക്ക് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ശേഷിക്കുറവിനെയല്ല നമ്മൾ എനർജി ഇല്ല എന്ന് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നല്ല എനർജി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ, എന്ത് വർക്ക് വേണമെങ്കിലും നമുക്കിപ്പോൾ ചെയ്യാം, അതിനുള്ള ഒരു ആർജവം ഉണ്ട് എന്നല്ല, എനർജി ഉണ്ട് എന്നുള്ളത് നമ്മൾ സൂചിപ്പിക്കുക. സോ അത് മെയിനായിട്ട് സൂചിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു ഡു വർക്ക്. എന്തൊരു ജോലിയാണെങ്കിലും നമുക്കത് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് എനർജി എന്ന് സൂചിപ്പിക്കുക. ഓക്കെ, ഇനി പവർ, ഇതും റിലേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പവർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഒരു ജോലി നമ്മൾ എത്ര എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെയാണ് പവർ സൂചിപ്പിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യാൻ നേരത്ത് നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ രീതിയിൽ ഇപ്പോൾ നമ്മൾ പുഷപ്പ് എടുക്കുന്നു എന്നിരിക്കട്ടെ. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു പുഷപ്പ് എടുക്കുകയാണെന്ന്, ഇപ്പോൾ ഒരു 10 പുഷപ്പ് എടുക്കുന്നു. ഇപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ഞാൻ 10 പുഷപ്പ് എടുക്കുന്നു. അങ്ങനെ എത്ര നേരം എനിക്ക് പുഷപ്പ് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ എനർജി കാണിക്കുന്നത്. പക്ഷേ 1 മിനിറ്റ് അല്ലെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് എത്ര പുഷപ്പ് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ പവർ കാണിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഇടിക്കുന്നു. ഓക്കെ, അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ഒരാളെ ഇടിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ചാക്ക് അരി എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ചാക്ക് അരി നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അത് ചെയ്യാനുള്ള എൻ്റെ എത്രത്തോളം സുഗമമായിട്ട് ഞാനത് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പവർ കാണിക്കുന്നത്. പക്ഷേ എനിക്ക് എത്ര നേരം അത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ എനർജിയെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, രണ്ടും റിലേറ്റീവ് ആണ്, എന്നാൽ ചെറിയ വ്യത്യാസം രണ്ടും തമ്മിൽ ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ സൈഡിലോട്ട് പോവാം. അപ്പോൾ എനർജി എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു ഡു വർക്ക്. ഇനി അതിൻ്റെ യൂണിറ്റ്, 2 യൂണിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ജൂളാണ്. ഓക്കെ, ജൂള്. രണ്ടാമത്തെ നമ്മുടെ ഇലക്ട്രിക്കൽ യൂണിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ kWh ആണ് നമ്മൾ യൂസ് ചെയ്യുക. kWh മാത്രമല്ല, വാട്ട് അവർ എന്നും നമുക്ക് പറയാം. ഓക്കെ, വാട്ട് അവർ പറയാം, kWh പറയാം, ഇനി ജൂള് നമുക്ക് പറയാം. ഈ രീതിയിലെല്ലാം നമുക്ക് യൂണിറ്റ്സ് പറയാം. ഇനി kWh എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇലക്ട്രിക്കാണ് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന ബേസിക് കാര്യങ്ങൾ പഠിക്കുന്നു. നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മീറ്റർ ഉണ്ടല്ലോ, നമ്മൾ ഇലക്ട്രിക് ചാർജ് നമ്മൾ ഇത്ര എനർജി യൂസ് ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കുന്ന മീറ്റർ. ആ മീറ്ററിൽ നമ്മൾ ഇത്ര യൂണിറ്റായി എന്ന് പറയും. ഒരു ദിവസം 4 യൂണിറ്റായി, അല്ലെങ്കിൽ 5 യൂണിറ്റായി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഈ 1 യൂണിറ്റ് സൂചിപ്പിക്കുന്ന എത്രയാണെന്നുള്ളതാണ് ഈ kWh നമ്മൾ പറയാനുള്ള അതിൻ്റെ kWh ഞാനിപ്പോൾ മെൻഷൻ ചെയ്തതിൻ്റെ പ്രസക്തി അതാണ്.
ഈ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് എനർജി നമുക്കായി അല്ലെങ്കിൽ അത്രയും നമ്മൾ ഉപഭോഗം ഉണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 1 kWh ഞാൻ യൂസ് ചെയ്തു എന്നുള്ളതാണ് ഒരു kWh അല്ലെങ്കിൽ ഒരു യൂണിറ്റ് എന്നുള്ളത് സൂചിപ്പിക്കുക. അതുകൊണ്ടാണ് ഇവിടെ യൂണിറ്റിൽ kWh മെൻഷൻ ചെയ്ത്. ഇതിനെ നമുക്ക് വേറൊരു പേരും വിളിക്കാം, BOT എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ഒരു ഇലക്ട്രിക്കൽ യൂണിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ BOT എന്ന് വിളിക്കാം. BOT എന്ന് പറഞ്ഞാൽ ബോർഡ് ഓഫ് ട്രേഡിംഗ് യൂണിറ്റ് എന്നാണ് അതിനെ പറയുക. ഓക്കെ, ബോർഡ് ഓഫ് ട്രേഡിംഗ് യൂണിറ്റ് എന്നാണ് പറയുക. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇവിടെ kWh മെൻഷൻ ചെയ്തത്. നമുക്ക് ബേസിക്കലി പറയുമ്പോൾ വാട്ട് അവർ പറഞ്ഞാൽ മതി. ഓക്കെ, വാട്ട് അവർ അതായത് WH. ഓക്കെ, യൂണിറ്റിൻ്റെ ഇടയിൽ നമുക്ക് വാട്ട് അവർ എന്ന് പറഞ്ഞാലും മതി. ഇവിടെ kWh മെൻഷൻ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഒരു ഇലക്ട്രിക്കൽ യൂണിറ്റ്, അതായത് നമ്മുടെ വീടുകളിലെ എനർജി മീറ്ററിൽ അല്ലെങ്കിൽ മീറ്ററിൽ ഒരു യൂണിറ്റ് എന്ന് കാണിക്കുന്നത് ഈ 1 kWh സൂചിപ്പിക്കുന്നത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ മെൻഷൻ ചെയ്തത്. ഓക്കെ, ഇനി എനർജി നമ്മൾ ഇക്വേഷൻ വൈസ് പറയുവാണെന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞു ഒരു കാര്യം ഒരു പവറിൽ എത്ര നേരം എനിക്ക് ചെയ്യാൻ പറ്റും. പുഷപ്പിൻ്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ചാക്ക് അരി എടുക്കുന്ന കാര്യം പറഞ്ഞു. ഓക്കെ, അത് എത്ര നേരം ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ എന്താ, നമുക്ക് ഒരു പവർ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നു, അത് എത്ര നേരം നമുക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അവിടെ ഒരു പവറും മെൻഷനിങ് ഉണ്ട്, സമയവും മെൻഷനിങ് ഉണ്ട്. അപ്പോൾ പവറിൻ്റെയും സമയത്തിൻ്റെയും കൂടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ എനർജി എന്ന് പറയുന്നത്. രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ ഇന്ന ജോലി അല്ലെങ്കിൽ ഇത്രയും ഭാരിച്ചൊരു ജോലി ഇത്ര നേരം എനിക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അവിടെ എനർജി സൂചിപ്പിക്കുന്നത്. സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ, E = P × T അല്ലെങ്കിൽ പവർ ഇൻറ്റു ടൈം എന്ന് പറയും. ഓക്കെ, ഇനി പവർ എങ്ങനെയാണ് VI ആയി എന്നുള്ളത് നമുക്ക് അടുത്ത ടോപ്പിക് പവർ പറയുമ്പോഴത്തേക്കും പറയാം. ഓക്കെ, ഇനി ഈ എനർജിയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. എനർജി 1 kWh എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ 1 kWh എന്ന് പറയുന്നത് നമുക്ക് വേറൊരു യൂണിറ്റ് ഉണ്ടല്ലോ, ജൂളില്ലേ. അപ്പോൾ ഈ 1 kWh ഒരു ജൂളും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ അത് നമുക്ക് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഓക്കെ, സോ എത്ര ഇപ്പോൾ 1 kWh എന്ന് പറയുമ്പോൾ എത്ര ജൂളാണ് എന്ന് നമുക്ക് ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ 1 വാട്ട് എന്ന് പറയുന്നത് എത്ര ജൂളാണ് എന്നുള്ളത് ചിലപ്പോൾ ചോദിച്ചേക്കാം. വേറൊന്നുമില്ല, 1 kWh എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്താണ്, 1 kWh എന്ന് പറയുമ്പോൾ പവർ ഇൻ കിലോവാട്ട് ഇൻറ്റു ടൈം ഇൻ അവേഴ്സ്, അതാ പറയുന്നത്. ഓക്കെ, അപ്പോൾ 1 kWh എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, 1 കിലോവാട്ട് 1 മണിക്കൂർ നമ്മൾ 1 kW പവർ കൊണ്ട് നമ്മൾ 1 മണിക്കൂർ പ്രവർത്തിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്താ 1 kWh നമ്മൾ പറയും. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ 1 kWh നമ്മളിവിടെ മെൻഷൻ ചെയ്തു. ഓക്കെ, 1 kW ഇൻറ്റു 1 അവർ. ഇനി നമ്മളെപ്പോഴും SI യൂണിറ്റിൽ, അതായത് സ്റ്റാൻഡേർഡ് ഇൻ്റർനാഷണൽ യൂണിറ്റിൽ നമ്മൾ മെൻഷൻ ചെയ്യുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ സിസ്റ്റം ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന SI യൂണിറ്റിൽ നമ്മൾ മെൻഷൻ ചെയ്യുമ്പോഴത്തേക്കും എന്താ, 1 kW എന്ന് പറയുമ്പോഴത്തേക്കും 10⁻³ അതായത് 1000 വാട്ടാണ്. ഇനി 1 അവർ നമ്മൾ സിസ്റ്റം ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ SI യൂണിറ്റിൽ നമ്മൾ പറയുമ്പോഴത്തേക്കും എന്താ, സെക്കൻഡിൻ്റെ രീതിയിലല്ലേ നമ്മൾ പറയാം, അവറിൻ്റെ രീതിയിൽ പറയാറില്ലല്ലോ. അപ്പോൾ 1 അവർ എന്ന് പറയുമ്പോഴത്തേക്കും എത്ര സെക്കൻഡാണ്, 1 അവറിൽ 60 മിനിറ്റ്. ഈ 60 മിനിറ്റിൽ 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ്. അപ്പോൾ 60 × 60 ഇത്രയും ചെയ്ത് വരുമ്പോഴത്തേക്കും എന്താ, 10⁻³ × 60 × 60. ഓക്കെ, ഫൈനൽ എത്ര നമുക്ക് കിട്ടും, 36 × 10⁵ എന്ന് പറഞ്ഞ് കിട്ടും. ഇതിനെ നമുക്ക് 3.6 × 10⁻⁶ ജൂൾ എന്ന് നമുക്ക് പറയാം. സോ 1 kWh എന്ന് പറയുമ്പോൾ 3.6 × 10⁻⁶ ജൂളാണ്. ഓക്കെ, ഇനി 1 വാട്ട് അവർ ആണെന്നുണ്ടെങ്കിലോ ഇതിൽ നിന്ന് നമുക്കൊരു 10⁻³ നമുക്ക് കുറച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ 3600 ജൂൾ എന്ന് പറഞ്ഞ് കിട്ടും. 1 വാട്ട് അവർ ആണെങ്കിൽ, 1 വാട്ട് അവർ എന്ന് പറയുമ്പോൾ 3600 ജൂൾ നമുക്ക് കിട്ടും. ഓക്കെ, ഈ ഒരു കൺവേർഷൻ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട് ഈ രീതിയിൽ, കാരണം വെച്ചാൽ ഈ MCQസിനൊക്കെ ചെറിയ രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി പവറിലേക്ക് വരാം. പവർ എന്ന് പറയുന്നത് വേറൊന്നുമില്ല, എന്താണ്, ഇറ്റ്സ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനർജി ഓർ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. ഒരു വർക്ക് എങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര സമയം ഒരു പെർട്ടിക്കുലർ സമയത്തിനകത്ത് നമ്മൾ എങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പവർ സൂചിപ്പിക്കുക. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്. ഓക്കെ, വാട്ട്, W ആണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. വാട്ടിന് നമ്മൾ മെൻഷൻ ചെയ്യുന്ന W എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. ഓക്കെ, ഇനി പവർ, ഈ പവർ 1 വാട്ട് എങ്ങനെയാണ് എന്നുള്ളത് പറയാം. പവർ കൺസ്യൂംഡ് ഓർ ജനറേറ്റഡ് ഈസ് സെഡ് ടു ബി 1 watt when 1 joule of energy is converted or produced in 1 second. ഓക്കെ, അതായത്
ഒരു ജൂള് എനർജി നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയോ അതല്ലെങ്കിൽ വേറൊരു ഫോമിലേക്ക് എനർജിയുടെ വേറൊരു ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പവർ, ആ സമയത്തുള്ള പവറിനെയാണ് നമ്മൾ 1 വാട്ട് എന്നുകൊണ്ട് നമ്മൾ മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ സൂചിപ്പിക്കുക. ഓക്കെ, സോ പവർ കൺസ്യൂംഡ് ഓർ ജനറേറ്റഡ് ഈസ് സെഡ് ടു ബി 1 വാട്ട് വെൻ 1 joule of energy is converted or produced in 1 second. ഓക്കെ, സോ ഇവിടെ നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാനുമുള്ള എന്താ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ് നമ്മുടെ ഇലക്ട്രിക്കലിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഇതുവരെ പഠിച്ചതിൽ വോൾട്ടേജും കറണ്ടുമാണ് നമുക്ക് ഒരു എനർജി, ഇപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക ഒരു സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും എനർജിക്ക് കാരണമാകുന്ന ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? വോൾട്ടേജും കറണ്ടുമാണ്. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ എന്താണ് പവറിനെ V ഇൻറ്റു I എന്നുള്ള രീതിയിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ പവറിനെ സൂചിപ്പിക്കുക, V ഇൻറ്റു I. ഇനി നമ്മൾ വാട്ട് എന്നുള്ളൊരു യൂണിറ്റ് പറഞ്ഞു പവറിന്. ഇനി അത് എന്താ കിലോ വാട്ട് നമുക്ക് പറയാം. എന്താ 1000 വാട്ട്സ് ആണ് ഒരു കിലോ വാട്ട് എന്നുള്ളത്. ഓക്കെ, നമുക്കപ്പോൾ അങ്ങനെയും പറയാം. കിലോ വാട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ 1000 വാട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഇനി ഒരു മെഗാ വാട്ട് ആണെന്നുണ്ടെങ്കിൽ എന്താണ് 10⁻⁶ വാട്ട്സ് ആണ് ഒരു മെഗാ വാട്ട് എന്നുള്ളത്. ഇങ്ങനെയെല്ലാം പറയാം. ബേസിക് യൂണിറ്റ് വാട്ടാണ്. ഓക്കെ, ഇനി നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ മോട്ടറാണെങ്കിൽ ശരി, എഞ്ചിനാണെങ്കിൽ ശരി, ഇപ്പോൾ നമുക്കറിയാം വണ്ടികളാണെങ്കിൽ ശരി, നമ്മൾ പറയത്തില്ലേ ഇത്ര HP അല്ലെങ്കിൽ ഇത്ര BHP എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഓക്കെ, ഹോഴ്സ് പവർ എന്നുള്ള രീതിയിൽ നമ്മൾ പവർ മെൻഷൻ ചെയ്യാറുണ്ട്. ഇത് വേറൊന്നുമല്ല, കുതിരശക്തിയായി, അതാണ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഇത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ നമുക്കിങ്ങനെ ഈ ഒരു ഇലക്ട്രിക് ഇതിലേക്ക് വരുന്ന ആ ഒരു കോൺസെപ്റ്റിലോട്ട് വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്താ, കുതിരവണ്ടിയല്ലേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്താണ് നമ്മുടെ ക്യാരേജ് വലിക്കാനാണെങ്കിലും ശരി, ആൾക്കാർക്ക് സഞ്ചരിക്കാനാണെങ്കിലും ശരി, കുതിരയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ കുതിരശക്തിയിലാണ് നമ്മളതുകൊണ്ട് കുറേ നാൾ ഇതിനെ നമ്മൾ എന്താ മെൻഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ശക്തി അല്ലെങ്കിൽ പവറിനെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് കുതിരയുടെ ബേസിസിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹോഴ്സ് പവർ എന്നുള്ള ആ ഒരു യൂണിറ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി ഒരു ഹോഴ്സ് പവർ എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാണെന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് മെട്രിക് ടേംസിലാണെന്നുണ്ടെങ്കിൽ ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 735.3 വാട്ട്സ് ആണ് ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. അല്ല, ബ്രിട്ടീഷ് കോൺസെപ്റ്റിലാണെന്നുണ്ടെങ്കിൽ 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് നോട്ട് ചെയ്തോളാം, ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ശരിക്കും ഒരു ഹോഴ്സിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഇത്രയും കുറവല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ഹോഴ്സിൻ്റെ പ്രോപ്പർ ഫുൾ എഫിഷ്യൻസിയിൽ എടുക്കുകയാണെങ്കിൽ, സാധാരണ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഹോഴ്സിൻ്റെ ഒരു ഫുൾ എഫിഷ്യൻസിയിലുള്ള ഹോഴ്സ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി നമ്മൾ ഈ പറയുന്ന 1 HP അല്ല 15 HP വരും ശരിക്കും ഒരു ഹോഴ്സിൻ്റെ പവർ എന്ന് പറയുന്നത്. അതുപോലെ ഫുള്ളി എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു 4 to 5 HP ആണ് നമ്മൾ പറയുക. ഓക്കെ, ഈ ജസ്റ്റ് ഞാനൊരു എന്താ പറയുക ഒരു ഫൺ ഫാക്റ്റായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ജസ്റ്റ് അത് ഹോഴ്സ് പവർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്. ശരിക്കും ഒരു ഹോഴ്സിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഈ 735.5 വാട്ട്സോ അല്ലെങ്കിൽ 746 വാട്ട്സോ അല്ല, ഔട്ട്പുട്ട് വളരെ കൂടുതലാണ്. നമ്മൾ ഈ പറയുന്ന ഹോഴ്സ് പവറിൻ്റെ ബേസിസിലാണെങ്കിൽ 15 ഹോഴ്സ് പവർ എങ്കിലും വരും മിനിമം ഒരു ഹോഴ്സിന്. മനുഷ്യനാണെങ്കിൽ 4 to 5 ഹോഴ്സ് പവർ വരുന്നുണ്ട്. ഓക്കെ, സോ ഇത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എനർജിയിലോട്ട് വീണ്ടും ഒന്ന് വരേണ്ടിയുണ്ട്. എനർജി പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, പവർ ഇൻറ്റു ടൈമാണ് പറഞ്ഞത്. ഓക്കെ, പവർ ഇൻറ്റു ടൈമാണ് നമ്മൾ എനർജി പറഞ്ഞത്. പക്ഷേ നമ്മളിവിടെ പവർ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ V ഇൻറ്റു I എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പവർ ഇൻറ്റു ടൈമാണ് എനർജി. സോ V ഇൻറ്റു I ഇൻറ്റു T ആയിരിക്കും എനർജിയുടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എനർജി കണ്ടുപിടിക്കാനാണ് എന്നുണ്ടെങ്കിൽ V ഇൻറ്റു I ഇൻറ്റു T ആണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് വോൾട്ടേജ് വേണം, കറണ്ട് വേണം, പിന്നെ എത്ര നേരം നമ്മൾ ഈ ഫ്ലോ ഉണ്ട് എന്നുള്ളതും നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ടൈമും കൂടെ അവിടെ വേണം. അപ്പോൾ V ഇൻറ്റു I ഇൻറ്റു T എന്നുള്ള രീതിയിൽ പറയാം. ഇനി നമ്മൾ നേരത്തെ ഒരു ഓംസ് ലോ പഠിച്ചായിരുന്നല്ലോ. ഈ ഓംസ് ലോയുടെ ബേസിസിൽ നമുക്ക് പവറിനെയും എനർജിയെയും വേറെ രീതിയിലും പറയാം. ഓക്കെ, പവർ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ VI എന്ന് പറഞ്ഞില്ലേ, P = VI. ഇനി ഓംസ് ലോ നമ്മൾ പഠിച്ചപ്പോഴത്തേക്ക് എന്ത് പറഞ്ഞു, V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I, അതല്ലെങ്കിൽ V = IR എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. ഓക്കെ, V = IR എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇനി ഈ ഐയുടെ സ്ഥാനത്ത് V = IR, ഇനി നമ്മുടെ ഈ ഇക്വേഷനിൽ P = VI-യിൽ ഈ ഐയുടെ സ്ഥാനത്ത് ഞാൻ V/R ഇടുകയാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പവറിൻ്റെ ഇക്വേഷൻ എങ്ങനെ മാറും? V ഇൻറ്റു
വി ബൈ ആർ എന്നുള്ള രീതിയിൽ മാറും. അങ്ങനെ വരുമ്പോൾ വി ഇൻറ്റു വി എത്രയായി? വി സ്ക്വയർ ആയി ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് പവറിനെ വി സ്ക്വയർ ബൈ ആർ എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ അതും കൂടെ നോട്ട് ചെയ്തല്ലോ. പി ഈസ് ഈക്വൽ ടു വി ഐ മാത്രമല്ല, പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ നമ്മുടെ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തരുമ്പോഴത്തേക്കും എപ്പോഴും വോൾട്ടേജും കറണ്ടും തന്നോണമെന്നില്ല. ചിലപ്പോൾ വോൾട്ടേജും റെസിസ്റ്റൻസും മാത്രമായിരിക്കും തരിക. അങ്ങനെയാണെങ്കിൽ വി സ്ക്വയർ ബൈ ആർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്ന് നമ്മൾ പറഞ്ഞില്ലേ ഓംസ് ലോ വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ വിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഇവിടെ ചെയ്താലോ? ഈ നമ്മുടെ ഇക്വേഷൻ വരുന്നിടത്ത് വി ഇൻറ്റു ഐ വരുന്നിടത്ത് വിയുടെ സ്ഥാനത്ത് നമ്മൾ ഐ ആർ യൂസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഐ ആർ ഇൻറ്റു ഐ ആവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഐ സ്ക്വയർ ആർ ആണ് അവിടെ ഇക്വേഷൻ ആവുക. സോ പി വിൽ ബി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. ഓക്കെ, സോ അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് 3 രീതിയിൽ പവറിനെ മെൻഷൻ ചെയ്യാം. വി ഐ എന്ന് പറയാം, അതുപോലെ വി സ്ക്വയർ ബൈ ആർ എന്നുള്ള രീതിയിൽ പറയാം, അതല്ലെങ്കിൽ ഐ സ്ക്വയർ ആർ എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, ഈ 3 രീതിയിൽ നമുക്ക് പവർ കണ്ടെത്താം. അതുപോലെ തന്നെയാണ് എനർജിയുടെ കാര്യത്തിലും. എനർജിയുടെ കാര്യത്തിൽ നമുക്ക് ഇ ഇസ് ഈക്വൽ ടു വി ഐ ടി എന്നുള്ള രീതിയിൽ പറയാം, അതല്ലെങ്കിൽ വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി എന്ന് പറയാം, അതല്ലെങ്കിൽ ഐ സ്ക്വയർ ആർ ഇൻറ്റു ടി എന്നുള്ള രീതിയിലും പറയാം. ഈ 3 രീതിയിൽ നമുക്ക് എനർജി മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ ഈ 3 രീതിയിലുള്ളതും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ തിയറി സെഷൻ. ഇനി ഇതിൻ്റെ ബേസിൽ നമുക്കൊരു 5 ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് MCQ ഒന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് സെഷൻ കഴിയും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അടുത്ത് MCQസിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ MCQസിൽ ഫസ്റ്റ് വരുന്നത് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ടു ബി കണക്റ്റഡ് അക്രോസ് 12 വോൾട്ട് ബാറ്ററി ടു പ്രൊവൈഡ് എ 1 മില്ലി ആംപിയർ കറണ്ട് ഈസ് എന്നാണ് ചോദ്യം. ഓക്കെ, അതായത് നമുക്കൊരു 12 വോൾട്ട് ബാറ്ററി ഉണ്ട്. അതുപോലെ നമുക്ക് അതിൽ കൂടെ നമുക്ക് കിട്ടേണ്ട കറണ്ട് എത്രയാണ്? 1 മില്ലി ആംപിയർ ആണ്. ഓക്കെ, 1 മില്ലി ആംപിയർ നമുക്ക് ഒരു 12 വോൾട്ട് ബാറ്ററിക്ക് അക്രോസ് നമുക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിൽ അതിന് അക്രോസ് നമ്മൾ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്ര ആയിരിക്കണം എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ഒരു 12 വോൾട്ടിൻ്റെ ബാറ്ററി ഉണ്ട്, നമുക്ക് കിട്ടേണ്ട കറണ്ട് 1 മില്ലി ആംപിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രമായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസിക് ഇക്വേഷൻ ഓംസ് ലോ ഇക്വേഷൻ ഉണ്ടല്ലോ, വേറൊന്നുമല്ല, വി ഈസ് ഈക്വൽ ടു ഐ ആർ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് വിയും നമുക്ക് തന്നിട്ടുണ്ട്, ഐയും തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് ആറാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ആർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ ഐ അങ്ങ് അപ്പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടും. ഇപ്പോൾ വി ബൈ ഐ എന്ന് പറയുന്നത് 6ആണ്. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന വിയുടെ വാല്യൂ എത്രയാണ്? 12 വോൾട്ട്. ഇനി കറണ്ടിൻ്റെ വാല്യൂ 1 മില്ലി ആംപിയർ ആണ്. ഓക്കെ, 1 മില്ലി ആംപിയർ. സോ 1 മില്ലി ആംപിയർ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 10⁻³ ആണ്. ഓക്കെ, 10⁻³ ആംപിയർ ആണ് 1 മില്ലി ആംപിയർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഫൈനൽ ആൻസർ ഇവിടെ 10⁻³ അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മേളിലേക്ക് പോകുമ്പോൾ 10⁻³ ആയിട്ട് മാറും. ഓക്കെ, അതായത് 12/1 ഇൻറ്റു 10⁻³ അങ്ങനെ വരുമ്പോൾ 12 ഇൻറ്റു 10⁻³ ആയിട്ട് മാറും. ഓക്കെ, 10⁻³ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, 1/1000 ആണ് 10⁻³ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 10⁻³ എന്ന് പറയുന്നത് 1/1000 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് 1/10⁻³ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 1000 ആയിരിക്കും. ഓക്കെ, 1/10⁻³ എന്ന് പറയുമ്പോൾ ഇൻറ്റു 1000 ആയിരിക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, 12 ഇൻറ്റു 1000 അല്ലെങ്കിൽ 12 ഇൻറ്റു 10⁻³. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഇതിനെ 12,000 ഓം എന്ന് നമുക്ക് പറയാം, അതല്ലെങ്കിൽ 12 കിലോ ഓം എന്ന് പറയാം. കാരണം കിലോ എന്ന് പറയുമ്പോൾ 10⁻³ അവിടെ വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫൈനൽ ആൻസർ വരുന്നത് 12 കിലോ ഓം ആണ് നമുക്ക് ആൻസർ വരും. അപ്പോൾ നമ്മൾ ചോയ്സ് നോക്കുമ്പോഴത്തേക്കും നോക്കണം ഒന്നുകിൽ 12,000 ഓം അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത് നോക്കേണ്ടത് 12 കിലോ ഓം ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 12 കിലോ ഓം ആണുള്ളത്. അപ്പോൾ ആൻസർ ബി ആണ്. ഓക്കെ, സോ ഇങ്ങനെ വേണം നമ്മൾ MCQ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ചിലപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന വാല്യൂ തന്നെ ആവണമെന്നില്ല, അതിന് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് തന്നെ നമുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് എത്ര 12,000 ഓമാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ 12,000 ഇവിടെ ഇല്ല. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യൻ തെറ്റാണ് അല്ലെങ്കിൽ എന്തോ ഇഷ്യൂ ഉണ്ട് എന്ന് വിചാരിക്കരുത്. നമുക്ക് അതിന് 12 കിലോ ഓമിലോട്ട് നമ്മളതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോഴത്തേക്കും നമുക്ക് അവിടെ ആ ആൻസർ അവിടെ ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് വിൽ ബി ദ കറന്റ്
passing through a resistance of 100 ohm if supply is 220 volt. ഓക്കെ, സപ്ലൈ 220 വോൾട്ട് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ സപ്ലൈ വോൾട്ട് 220 വോൾട്ട് ആണ്. അതുപോലെ റെസിസ്റ്റൻസ് ആ തന്നിരിക്കുന്ന സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 ഓം ആണ്. അങ്ങനെയാണെങ്കിൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ഇവിടെയും ഇത് തന്നെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ഓംസ് ലോ ഇക്വേഷൻ തന്നെയാണ് V is equal to IR തന്നെയാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? I ആണ് ഇവിടെ നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. സോ I എന്ന് പറയുമ്പോഴത്തേക്കും ഈ ആറിന് നമ്മൾ അപ്പുറത്തേക്ക് പോയാൽ, ഈ ആറിന് നമുക്ക് അപ്പുറത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വിയുടെ താഴെ വരും. V/R എന്നുള്ള രീതിയിലാവും നമ്മുടെ I എന്ന് പറയുന്നത്. സോ V/R, I is equal to V/R. നമുക്ക് തന്നിരിക്കുന്ന വോൾട്ടേജ് എത്രയായിരുന്നു? 220. ഓക്കെ, 220. ഇനി റെസിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത്? 100 ഓം. ഓക്കെ, 220/100. സോ ഫൈനൽ ആൻസർ എത്ര വരും? 2.2. ഇനി യൂണിറ്റ് എന്താണ്? ആംപിയർ. ഓക്കെ, കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ്. ഓക്കെ, സോ I is equal to 2.2 ആംപിയർ. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസിൽ നോക്കുമ്പോഴത്തേക്ക് എന്താ 2.2 ആംപിയർ ഉണ്ട്. ഓക്കെ, സോ അതാണ് ആൻസർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അത് ചോദിക്കുന്നത് വേറൊന്നുമില്ല. എ ലൈറ്റ്നിങ് ഡിസ്ചാർജസ് 20 കൂളോം ചാർജ് ബിറ്റ്വീൻ ക്ലൗഡ്സ് ഫോർ എ ടൈം ഓഫ് 10 millisecond. ഓക്കെ, ദ ആവറേജ് ലൈറ്റ്നിങ് കറണ്ട് ഈസ്. ഇതാ ചോദ്യം. ഓക്കെ, അതായത് നമുക്കൊരു ഇടിമിന്നൽ ഉണ്ടായി. ആ ഇടിമിന്നലിൽ എന്താണ് 20 കൂളോം ചാർജാണ് ഡിസ്ചാർജ് ആയത്. ഓക്കെ, അല്ലെങ്കിൽ ആ എന്താ ഒരു ഇടിമിന്നൽ സംഭവിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആ ഒരു ചാർജ് എന്ന് പറയുന്നത്, ഫ്ലോ ഓഫ് ചാർജ് എന്ന് പറയുന്നത് 20 കൂളോം ചാർജാണ് അവിടെ എന്താണ് സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ അത് ട്രാൻസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എത്ര നേരത്തേക്ക്? 10 millisecond നേരത്തേക്ക്. ഇടിമിന്നൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമല്ലേ. അപ്പോൾ 10 millisecond മാത്രമേ ഇത് ഫ്ലോ ഉള്ളൂ. അപ്പോൾ ഈ 10 millisecond നേരത്തേക്ക് 20 കൂളോം ചാർജ് ഫ്ലോ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ലൈറ്റ്നിങ്ങിനുള്ള കറണ്ട്, ഒരു ആവറേജ് കറണ്ട് എന്തായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ്നിങ്ങിൽ ഉണ്ടാകുന്ന കറണ്ടിനെ നമ്മൾ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എത്രയായിരിക്കും ആ കറണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം I. ഓക്കെ, സോ I എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിവിടെ പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് എന്നാണ് പറയുന്നത്. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? ചാർജ് നമുക്ക് Q എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യാം, എത്ര ചാർജ് എന്നുള്ളത്. ഓക്കെ, ഇനി എന്താ? ടൈം. ഓക്കെ, എത്ര സമയം കൊണ്ട് അത് പോയി എന്നുള്ളതാണ്. അപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് എന്ന് പറയുമ്പോഴത്തേക്ക് കറണ്ടിന് നമുക്ക് ഇങ്ങനെയും മെൻഷൻ ചെയ്യാം. നമ്മുടെ ഓംസ് ലോ വെച്ചിട്ട് V is equal to IR അല്ലെങ്കിൽ I is equal to V/R എന്നുള്ള രീതിയിൽ പറയുന്നതല്ലാതെ കറണ്ടിന് നമുക്ക് ഈ രീതിയിൽ നമുക്ക് മെൻഷൻ ചെയ്യാം അല്ലെങ്കിൽ കണ്ടുപിടിക്കാം. ഓക്കെ, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ? Q/T എന്ന് പറയാം. ഇതിൽ Q സൂചിപ്പിക്കുന്നത് എന്താണ്? ചാർജാണ്. എത്ര ചാർജ്, എത്ര കൂളോം ചാർജാണ് ട്രാൻസിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി T എന്ന് പറയാം എത്ര നേരത്തേക്ക്. ഓക്കെ, ടൈമാണ്, എത്ര നേരത്തേക്ക് ആ ചാർജ് ഫ്ലോ ചെയ്യുന്നു എന്നുള്ളതാണ് T സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. സോ I is equal to Q/T. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന Q എത്രയാണ്? 20 കൂളോമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇനി സമയം എത്രയാണ്? 10 millisecond ആണ്. അപ്പോൾ 10 × 10⁻⁻3. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കിത് 10ഉം ഈ 0യും ക്യാൻസൽ ഔട്ട് ആവും. ഇനി എന്താ? 2 × 1/10⁻³ എന്ന് പറയുന്നത് 2 × 10⁻³ ആയിട്ട് മാറുകയാണ്. സോ 2000 ആംപിയർ എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്കും 2000 ആംപിയർ ഉണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ അടുത്ത് നോക്കേണ്ട എന്താണ്? 2000 ആംപിയർ അല്ല. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ 10⁻³ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2 കിലോ ആംപിയർ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതുണ്ടോ എന്ന് നോക്കാം. അതുണ്ടോ എന്ന് നോക്കുമ്പോൾ എന്താ? സി ഓപ്ഷൻ അതാണ്, 2 കിലോ ആംപിയർ ആണ്. സോ അതായിരിക്കും നമ്മുടെ ആൻസർ. സി ആണ് നമ്മുടെ ആൻസർ ഈ ക്വസ്റ്റ്യനിൽ വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ആൻ ഇലക്ട്രിക് മോട്ടോർ ഓപ്പറേറ്റിംഗ് ഫ്രം 220 volt supply takes a current of 8 ampere. The motor has an efficiency of 80%. Determine the motor output. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് വേറൊന്നുമല്ല, 220 വോൾട്ട് സപ്ലൈയിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രിക് മോട്ടോർ. ഇനി എന്താ? അതിൻ്റെ കറണ്ട് എന്ന് പറയുന്നത് 8 ആംപിയർ ആണ്. ഓക്കെ, നമുക്ക് അതിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന കറണ്ട് 8 ആംപിയർ ആണ്. ഇനി എന്താണ്? മോട്ടോറിൻ്റെ എഫിഷ്യൻസി തന്നിട്ടുണ്ട്, 80% മോട്ടോറിൻ്റെ എഫിഷ്യൻസി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും മോട്ടോറിൻ്റെ ഔട്ട്പുട്ട്? മോട്ടോർ തരുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇത്രയും പവർ നമുക്ക് അതിൽ കൊടുക്കുന്നുണ്ട്, ഇൻപുട്ട് നമുക്ക് ഇത്രയും തരുന്നുണ്ട്. അതായത് 220 വോൾട്ട് സപ്ലൈ നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട്, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന കറണ്ട് 8 ആംപിയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
നമ്മുടെ മോട്ടോറിൻ്റെ എഫിഷ്യൻസി 80%. അങ്ങനെയാണെങ്കിൽ മോട്ടോർ തരുന്ന ഔട്ട്പുട്ട് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ അത് നമുക്ക് നോക്കാം. പവർ ഇൻപുട്ട്, പവറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, P = VI. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 220 വോൾട്ട് ആണ്. ഓക്കെ, സോ 220 × I എത്രയാണ്, 8 ആംപിയർ. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 1760 വാട്ട് എന്നും പറഞ്ഞ് കിട്ടും. ഓക്കെ, പക്ഷേ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ, ഇതിൽ മോട്ടോറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 80%. അപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഇൻപുട്ട് പവറാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന പവറാണ്, നമ്മൾ ആ മോട്ടറിലേക്ക് എന്താണ് കൊടുക്കുന്ന പവറാണ് ഈ തന്നിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ എഫിഷ്യൻസി അത് 80% ഉള്ളൂ. അപ്പോൾ കൊടുക്കുന്ന പവർ അത്രയും അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല, കുറച്ച് നമുക്ക് അതിൽ ലോസ് ആവുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് പവറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് വേറൊന്നുമില്ല, നമുക്കിപ്പോൾ ഈ കണ്ടുപിടിച്ച പവറിൻ്റെ കൂടെ എന്താണ് 80% ആണെങ്കിൽ നമ്മൾ 80/100 എന്ന് പറഞ്ഞ് ചെയ്യുക. അതായത് 1760 × 80/100. അതല്ലെങ്കിൽ എന്താ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 1760 × 0.8 എന്നുള്ള രീതിയിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലും മതി. ഓക്കെ, 0.8 എന്ന് പറയുന്നത് 80%-ന് ഇക്വലൻ്റ് ആണ്. അതുകൊണ്ടാണ് 0.8 എന്ന് പറയുന്നത് ഇടുന്നത്. അതായത് 80/100 എന്നുള്ളതിനെയാണ് 0.8 സൂചിപ്പിക്കുക. ഓക്കെ, അപ്പോൾ 1760 × 0.8. സോ അപ്പോൾ ആൻസർ നമുക്ക് കിട്ടുക 1408 വാട്ട് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് നോക്കുമ്പോഴത്തേക്ക് എന്താ, 1408 വാട്ട്സ് നമുക്ക് ആൻസറിലുണ്ട്. ബി ഓപ്ഷൻ ആണ്. സോ അതായിരിക്കും നമ്മുടെ ആൻസർ. ഇനി ഇൻ കേസ് നമുക്ക് ഈ ഒരു വാല്യൂ വന്നില്ല, നമ്മുടെ ഓപ്ഷൻസിൽ ഈ ഒരു വാല്യൂ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, 1.408 കിലോ വാട്ട് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ നോക്കിക്കോണം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അത് പറയുന്നത്, എ സോഴ്സ് EMF ഓഫ് 5 വോൾട്ട് സപ്ലൈസ് എ കറണ്ട് ഓഫ് 3 ആംപിയർ ഫോർ 10 മിനിറ്റ്സ്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് വോൾട്ടേജ്, ഓക്കെ, അത് 5 വോൾട്ട് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോഴ്സ് EMF നമുക്ക് സോഴ്സ് EMF എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, വോൾട്ടേജ് സപ്ലൈ ആണത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 5 വോൾട്ട് സപ്ലൈ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താണ്, അത് തരുന്ന കറണ്ട് എത്രയാണ്, തരുന്ന കറണ്ട് എന്ന് പറയുമ്പോൾ 3 ആംപിയർ ആണ് നമുക്ക് അത് തരുന്നത്. സോ I = 3 ആംപിയർ. ഇനി ഇത് എത്ര നേരത്തേക്കാണ് പ്രവർത്തിപ്പിക്കുന്നത്, 10 മിനിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ടൈം എന്ന് പറയുന്നത് 10 മിനിറ്റ്സ് ആണ്. ഓക്കെ, 10 മിനിറ്റ്സ് ആണ്. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ, ഇതിൻ്റെ എനർജിയാണ് ചോദിച്ചിരിക്കുന്നത്, എനർജി പ്രൊവൈഡഡ്. ഓക്കെ, അപ്പോൾ എത്ര എനർജിയാണ് ഇത് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം പവർ ഇൻറ്റു ടൈം ആണ്. പവർ എന്ന് പറയുമ്പോഴത്തേക്കും V × I പിന്നെന്താണ്, അപ്പോൾ എനർജിയുടെ കൂടെ ഇൻറ്റു ടിയും കൂടെ വരും. ഓക്കെ, സോ V × I × T. അപ്പോൾ നമുക്ക് V തന്നിട്ടുണ്ട് 5, I തന്നിട്ടുണ്ട് 3 ആംപിയർ, സോ 3. ഇനി അടുത്തെന്താ, ടൈം തന്നിട്ടുണ്ട് 10 മിനിറ്റ്സ് ആണ്. അപ്പോൾ 10 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് എല്ലാം SI യൂണിറ്റിലോട്ട് ആക്കണം, അതായത് സിസ്റ്റം ഇന്റർനാഷണലിലോട്ട് ആക്കണം. സ്റ്റാൻഡേർഡ് യൂണിറ്റിലോട്ട് ആക്കുമ്പോഴത്തേക്കും മിനിറ്റ് അല്ല സെക്കൻഡിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും 10 × 60. ഓക്കെ, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് അല്ലേ, അപ്പോൾ 10 × 60. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ 5 × 3 × 10 × 60. സോ ഫൈനൽ നമുക്ക് കിട്ടുന്ന ആൻസർ 9000 ജൂൾ ആയിരിക്കും. സോ ക്വസ്റ്റ്യൻ നമ്മൾ ഓപ്ഷൻസ് നോക്കുക, 9000 ജൂൾ തന്നിട്ടുണ്ടോ എന്നുള്ളത്. ഓരോ ഓപ്ഷനിലും 9000 ജൂൾ തന്നിട്ടില്ല. പിന്നെ അപ്പോൾ അടുത്ത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, 9000ന് പകരം 9 കിലോ ജൂൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ചിലപ്പോൾ നമുക്ക് ജൂളിലും ആയിരിക്കില്ല ആൻസർ ഉണ്ടാവുക. ചിലപ്പോൾ ഈ 9 കിലോ ജൂളും ഇവിടെ ഇല്ല, വാട്ടിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളുക. ഓക്കെ, ശ്രദ്ധിക്കേണ്ട വേറൊന്നുമല്ല, വാട്ടിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യും എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, എന്താണ്, 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 3.6 × 10⁻⁶ ജൂൾ ആണെന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ 1 വാട്ട് അവർ എന്ന് പറയുന്നത് 3600 ജൂൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കേസിൽ എങ്ങനെ നമുക്ക് ജൂളിലോ കിലോ ജൂളിലോ അല്ല ആൻസർ തന്നിരിക്കുന്നത്, വാട്ട് അവറിലാണ് നമുക്ക് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട വേറൊന്നുമല്ല, നമുക്ക് ഫൈനലി കിട്ടുന്ന E = 9000 ജൂൾ ഉണ്ടെന്നിരിക്കട്ടെ, അത് ഡിവൈഡഡ് ബൈ 3600 ചെയ്യുക. ഓക്കെ, കാരണം എന്താ, 1 വാട്ട് അവർ എന്ന് പറഞ്ഞാൽ 3600 ജൂളാണ്. നമുക്കിവിടെ കിട്ടിയത് 9000 ജൂളാണ്. സോ 9000/3600 ചെയ്യുക, നമുക്ക് 2.5 വാട്ട് അവർ എന്നും പറഞ്ഞ് കിട്ടും. ഓക്കെ, സോ അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 9 കിലോ ജൂൾ ഉണ്ട്. അപ്പോൾ അത് മതി, നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇൻ കേസ് നമുക്ക് എന്താണ് വാട്ട് അവറിലാണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ രീതിയിലാണ്, 9000/3600. ഓക്കെ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഫൈനൽ ജൂൾ വാല്യൂവിൽ നിന്ന് 3600 നമ്മൾ
ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത് അതാണ് നമ്മുടെ വാട്ട് അവർ ബേസിസിലുള്ള എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തോളാം. ഓക്കെ, താങ്ക് യു.